So, good evening. Welcome to class. അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് ക്ലാസ് ആണ് ബേസിക്കലി ഒക്ടോബർ ബാച്ചിന്റെ. അപ്പോൾ സോഷ്യോളജിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടോ? എന്താണ് സോഷ്യോളജി? നോ, ഇതൊക്കെ അറിയാലോ. ഓപ്ഷനിൽ GS നമ്മളെ UPSC എത്ര വരുന്നുണ്ട് അതിനെ പറ്റിയൊക്കെ ധാരണ നിങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓപ്ഷനെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് അറിയാം. ടോട്ടൽ 500 മാർക്കിനായിരിക്കും ഉണ്ടാവുക. ബേസിക്കലി നിങ്ങൾക്ക് അറിയാം. ജസ്റ്റ് ഞാൻ ഒന്ന് വെറുതെ പറയാം പെട്ടെന്ന്. പേപ്പർ 1 ഉണ്ടാവും, പേപ്പർ 2 ഉണ്ടാവും അല്ലെ. 1 എന്ന് പറയുന്നത് 250 മാർക്ക് ആയിരിക്കും, 2 എന്ന് പറയുന്നത് അഗൈൻ 250 മാർക്ക്. ടോട്ടൽ 500 മാർക്കിനാണ് സോഷ്യോളജി ഓപ്ഷനിലെ പേപ്പർ വരുന്നത്. ഇതിനകത്ത് പേപ്പർ 1 എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ നോർമൽ സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ തിയറീസ് ആണ് ബേസിക്കലി വരിക. സോഷ്യോളജി തിയറിയാണ് പേപ്പർ 1 വരിക. പേപ്പർ 2 ഇന്ത്യൻ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ആയിരിക്കും പേപ്പർ 2 വരിക കേട്ടോ. ഇന്ത്യൻ സോഷ്യോളജി പേപ്പർ 2 പേപ്പർ 1 എന്താണ് സോഷ്യോളജിക്കൽ തിയറി. ഇനി സോഷ്യോളജിക്കൽ തിയറി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബേസിക്കലി സോഷ്യോളജിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യോളജി ഒരു വൺ ഓഫ് ദി യങ്ങസ്റ്റ് സബ്ജക്റ്റ് ആണ് നമുക്ക് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് യങ്ങസ്റ്റ് സബ്ജക്ട് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ വേറൊരു സബ്ജക്ട് എടുക്കാം. ഇപ്പൊ സയൻസിന്റെ ഒരു ഒറിജിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സയൻസിന്റെ ഒറിജിൻ ബേസിക്കലി വരുന്ന ഒരു 14th സെഞ്ചുറി ആ ഒരു സമയത്താണ് സയൻസിന്റെ ഒറിജിൻ. പക്ഷെ നമ്മൾ ഏൻഷ്യന്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ സയൻസിന്റെ കുറെ ഡെവലപ്മെന്റ് റിലീജിയസ് ആയിരുന്നു ആദ്യം. ഇപ്പം എങ്ങനെയാണ് സയൻസ് എന്ന് പറയുന്ന സബ്ജക്ട് ബേസിക്കലി ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒരു സബ്ജക്ട് എങ്ങനെയാണ് എമർജ് ചെയ്തത്? നമ്മൾ മനുഷ്യനുണ്ടായി അല്ലെ, ആദ്യം മനുഷ്യന്മാരുണ്ടായി എന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ റിലീജിയസ് ആയിട്ട് മനുഷ്യന്മാരുണ്ടാകുന്നതിന് പല ഒറിജിൻ ഉണ്ട്. ചില ആളുകൾ പറയുന്ന എവല്യൂഷൻ തിയറി പ്രകാരമാണ് മനുഷ്യന്മാരുണ്ടായത്, അതിനു മുമ്പ് മനുഷ്യന്മാരുണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ഡാർവിന്റെ തിയറി ഓഫ് എവല്യൂഷൻ. നമ്മൾ എന്തിൽ നിന്നാണ് ഉണ്ടായത്? കുരങ്ങിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? മനുഷ്യന്മാരുണ്ടായത് എന്ന് പറയുന്ന തിയറിയാണ് ഡാർവിന്റെ എവല്യൂഷൻ തിയറി ഒക്കെ പറയുന്നത് അല്ലെ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കുറെ കാര്യങ്ങൾക്ക് നമുക്ക് ഉത്തരങ്ങൾ വേണം. ബേസിക്കലി നമുക്ക് നമ്മൾ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി എന്തായിരിക്കും? ഒരു മനുഷ്യൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ പ്രയോറിറ്റി എന്തായിരിക്കും? മനുഷ്യന്മാരുണ്ടായി, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടായി. ഫസ്റ്റ് പ്രയോറിറ്റി എന്തായിരിക്കും? ഏറ്റവും ആദ്യം ഇവർക്ക് എന്തായിരിക്കും വേണ്ടി വരിക? ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ. ഈ 3 ബേസിക് പ്രയോറിറ്റീസ് ആണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ആദ്യം ഉണ്ടാവുക. അതിനു വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ അഗ്രികൾച്ചർ, കൃഷി കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഫുഡ് കഴിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾ മാത്രം വിചാരിച്ചുകൊണ്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ല അല്ലെ. കാരണം ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഹണ്ടിങ്ങിന് പോകണം. ഹണ്ടിങ്ങിന് പോവാന്ന് പറയുന്നത് നമ്മൾ ആദ്യം നമുക്ക് ചെറിയ ആനിമലിനെ പിടിക്കാൻ പറ്റും. ഇപ്പൊ പുലി, സിംഹം ഉള്ളതിനൊന്നും നമുക്ക് പിടിക്കാൻ പറ്റില്ല അല്ലെ. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഹണ്ടിങ്ങിന് പോകുന്നു. ഹണ്ടിങ്ങിന് പോകുന്ന സമയത്ത് നമ്മൾ മാൻ, മുയല്, അങ്ങനെ രസകരമായിട്ടുള്ള ചെറിയ ചെറിയ മൃഗങ്ങളെയാണ് നമ്മൾ ഹണ്ട് ചെയ്ത് തുടങ്ങിയത്. പക്ഷെ അതിനെ ഹണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഹണ്ട് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജെൻഡർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ എന്തായിരിക്കാം? ചിലപ്പോൾ കുറച്ചുകൂടി ഫിസിക്കലി വീക്ക് ആയിരിക്കാം. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇപ്പം പ്രഗ്നൻസിന്റെ സമയത്ത് അല്ലെങ്കിൽ റീപ്രൊഡക്ഷന്റെ സമയത്ത് കുറച്ചുകൂടി എന്ത് ചെയ്യണം? ഡിപ്പെൻഡൻസി വേണ്ടി വരും. അപ്പൊ എല്ലാ സമയത്തും എല്ലാവർക്കും, അതുപോലെ തന്നെ ഹണ്ടിങ്ങിൽ തന്നെ ഇപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരേപോലത്തെ സ്കിൽ എന്തായാലും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് നോക്കിയേ, ഓൺലൈൻ ഇപ്പൊ കേൾക്കാവോ? ഓക്കെ, ഇപ്പൊ ഓഡിയബിൾ ആണല്ലോ. ഓക്കെ, ഇപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇനിഷ്യലി പിന്നീട് മനുഷ്യൻ എന്തായാലും വേണം, ഗ്രൂപ്പ് ആവണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഗ്രൂപ്പ് ആവുന്നതിന്റെ ഭാഗമായിട്ട് മനുഷ്യൻ ഗ്രൂപ്പായിട്ട് ഹണ്ട് ചെയ്യാൻ നോക്കുമ്പം നമ്മൾ ഹണ്ട് ചെയ്യാൻ പോയി. തിരിച്ചും മുയലും പുലിയും അല്ലെങ്കിൽ ഈ മുയലിനെയും മാനിനെയൊക്കെ നമുക്ക് പിടിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവര് മാത്രമല്ല കാട്ടിലുള്ള. കാട്ടിലേക്ക് പോയി നോക്കുമ്പം സിംഹം ഉണ്ടാവും, പുലി ഉണ്ടാവും. സ്വാഭാവികമായിട്ട് അവർ തിരിച്ചു ഹണ്ട് ചെയ്യില്ലേ. ഇപ്പൊ കുറച്ച് പേര് എന്ത് ചെയ്യുന്നു? ഹണ്ടിങ്ങിന് പോകുന്നു. അതിൽ എല്ലാവർക്കും ഒരേപോലത്തെ സ്കില്ലല്ല. ചില ആളുകൾ, ഇപ്പൊ നിങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് മാവിന് കല്ലെറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. സ്കൂളിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളെ ചെറുപ്പത്തില് മാങ്ങ പറിക്കാൻ വേണ്ടി കല്ലെറിഞ്ഞ് മാങ്ങ പറിച്ചിട്ടില്ലേ? പറിക്കാൻ പോയിട്ടില്ലേ? നിങ്ങൾ ഇപ്പം അതിനകത്ത് ഒരു 10 പേരുണ്ടെങ്കിൽ എല്ലാവരും നല്ല എറിഞ്ഞ് മാങ്ങ വീഴ്ത്തുന്നവരാണോ? കൂട്ടത്തിൽ ഒരുത്തനുണ്ടാവും, അവൻ അടിപൊളിയായിരിക്കും, അവന് ഭയങ്കര ഉന്നമായിരിക്കും, അവന്റെ കല്ല് ഭയങ്കര കൃത്യം. അപ്പൊ നിങ്ങൾ എറിയുന്ന കല്ല് വേറെ എവിടെയെങ്കിലൊക്കെ പോകും, അപ്പുറത്തെ വീട്ടില് ഓടിന്റെ പുറത്തൊക്കെ പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ചില്ല് പൊട്ടി, ഇതായിരിക്കും നിങ്ങളുടെ ഡേറ്. അപ്പം ഹണ്ടിങ് ആണ് എന്നുണ്ടെങ്കിലും ഹണ്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഡിഫറെന്റ് ആണ്. ചില ആളുകൾക്ക് എന്തുണ്ട്? ഒരു ബെറ്റർ കേപ്പബിലിറ്റി ഉണ്ട്. ചില ആളുകൾ എന്ത് ചെയ്യും? കുറച്ചുകൂടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഈ ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ എറിഞ്ഞ് ഉന്നമില്ലാത്തവൻ സ്വാഭാവികമായിട്ടും എറിയാൻ നിൽക്കില്ല,
ബാക്കി മാങ്ങ ചതക്കുക, പൊടിക്കുക, ഇതൊക്കെ ആയിരിക്കും ഇവരുടെ ജോലി. മാങ്ങ പറിക്കുന്ന ആള് മറ്റേ മാങ്ങ പറിച്ചു കഴിഞ്ഞാൽ പിന്നെ രാജാവാണ്, അവൻ സൈഡിൽ ഇരിക്കുള്ളൂ, ഉണ്ടാക്ക് ഞാൻ തന്നാ മതി, ആ രീതി ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പൊ ഹണ്ടിങ് ഗ്യാതറിങ് തുടങ്ങുന്ന സമയത്ത് എല്ലാവർക്കും നമ്മൾ എങ്ങനെയാ ടൂൾസ് ഒക്കെ, കല്ല് അല്ലെങ്കിൽ കുന്തം പോലെ ഉണ്ടാക്കുക, ചെറിയ ചെറിയ ടൂൾസ് ആണ് അല്ലെ. ഈ ടൂൾസ് ഉപയോഗിക്കാൻ അറിയുന്നവൻ എന്താവും, കുറച്ചുകൂടി ഒരു സമൂഹത്തിലൊരു വില കിട്ടും. ഇന്നത്തെ ഗവൺമെന്റ് ജോലിക്കാരന് കിട്ടുന്ന സ്റ്റാറ്റസ് ആണ് അന്ന് ഏറ്റവും നല്ല രീതിയിൽ അമ്പ് എറിയുന്ന ആൾക്കോ അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ കല്ലെറിയുന്ന ആൾക്കായിരിക്കും അന്നത്തെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് നമുക്ക് പറയും, ബെറ്റർ സോഷ്യൽ സ്റ്റാറ്റസ് ആയിരിക്കും അല്ലെ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സഹായികളാണ്, അതായത് മാനിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള സഹായികളൊക്കെയാണ് എന്ത് ചെയ്യുക, ഈ പരിപാടി ചെയ്യുക. അപ്പൊ അന്ന് ഹ്യൂമന്റെ റിക്വയർമെന്റ് നോക്കുമ്പം ഒരു കാര്യം മനസ്സിലായി, ബേസിക് നീഡ്സ് ആണ് ഫുഡ്, ഷെൽട്ടർ, ക്ലോത്ത്. ഇത് മൂന്നും കിട്ടണമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഹ്യൂമൻസ് എന്ത് ചെയ്യണം, ഒന്നിച്ചു വരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിലുപരി ഹ്യൂമൻസ് നോക്കുമ്പോൾ കുറെ കാര്യത്തിൽ ഇതേപോലെ തന്നെ നമ്മൾ ഹണ്ട് ചെയ്യാൻ പോകുമ്പം എല്ലാവരും ഹണ്ട് ചെയ്യാൻ പോയി തിരിച്ചു വരണം എന്ന് നിർബന്ധമൊന്നുമില്ല. പോകുന്ന നോക്കി പുലി പിടിക്കാം, സിംഹം പിടിക്കാം. അതായത് വി ആർ ഹണ്ടിങ് ആനിമൽസ് ആൻഡ് ആനിമൽസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ വി ആർ അറ്റ് ദ സെയിം ടൈം ഹണ്ടിങ് ഓൾസോ വി ബീങ് ഹണ്ടഡ് അല്ലെ. രണ്ട് സമയത്തും ഇത് നടക്കുന്നുണ്ട്. അപ്പൊ കുറെ സെക്യൂരിറ്റി പ്രോബ്ലംസും ഉണ്ട്. ചില സമയത്ത് ഹണ്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ആളുകൾ തിരിച്ചു വരണമെന്നില്ല, ചില ആളുകളെ പുലി പിടിച്ചു കൊണ്ടുപോവാം അല്ലെ, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവാം. കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു ഗ്രൂപ്പ് കമ്മ്യൂണിറ്റിയായി മാറുന്നു. കമ്മ്യൂണിറ്റിയായി മാറുന്ന സമയത്ത് അവിടെ ഒരു സോഷ്യലൈസേഷൻ, അല്ലെങ്കിൽ നമുക്ക് ബേസിക്കലി പറയാം ആളുകൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. ഒറ്റയ്ക്ക് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല, കൂട്ടമായി നിന്ന് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യാണ്. ഇപ്പൊ ഈ കമ്മ്യൂണിറ്റി ഫോം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കുറെ കാര്യങ്ങൾക്ക് ഉത്തരം നൽകണം. ബേസിക്കലി ഹ്യൂമൻസ് എന്ത് ചെയ്യുന്നുണ്ട്, സ്വപ്നം കാണും. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ സ്വപ്നം കാണുന്ന സമയത്ത് നിങ്ങളെക്കാട്ടും കൂടുതൽ കഴിവുള്ള ഒരാളെ ആയിരിക്കും നിങ്ങൾ സ്വപ്നം കാണുക. ഇപ്പൊ നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങൾ എന്തൊക്കെ ആവുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുന്നുണ്ട്. യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ ഭയങ്കര ബോറിനായിരിക്കാം, പക്ഷെ സ്വപ്നത്തിൽ ഭയങ്കര ഡാൻസ്, പാട്ട്, ഷാറുഖ് ഖാനിന്റെ കൂടെ അപ്പുറം പോയി ഫോട്ടോ എടുക്കുന്നു, മമ്മൂട്ടി വീട്ടിൽ വരുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലെയിനിൽ പോകുന്നു, യു ഡു എവറിത്തിങ് അല്ലെ, ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാള്. അപ്പം ഇപ്പം നമുക്കറിയാം ഇതൊരു സ്വപ്നമാണ്. ബേസിക്കലി എന്താണ്, ഇതിന്റെ കുറച്ച് സയൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് ആൻസർ ഉണ്ട്. പക്ഷെ ആദ്യത്തെ മനുഷ്യനെ പറ്റി ആലോചിച്ച് നോക്കിയേ, ഇയാൾ സ്വപ്നം കാണുന്നുണ്ട്. അപ്പൊ ഇയാൾ ആരെ തന്നെ കാണുന്നത്, ഇയാളെ തന്നെ കാണുന്നത്. പക്ഷെ ഇയാളെ തന്നെ കാണുന്ന സമയത്ത് ഇയാൾ പക്ഷെ രാവിലെ എണീക്കുമ്പോൾ ഇതൊന്നും അല്ല, വേറെന്തോ ഒരു മനുഷ്യൻ, പഴയ ജീവിതം തന്നെ. പക്ഷെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇയാൾ അടിപൊളി മനുഷ്യൻ, ഏറ്റവും ആഗ്രഹിക്കുന്ന എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സ്വപ്നത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, ബെറ്റർ പേഴ്സൺ ആവുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ചോദ്യം വരില്ലേ, ആരാണ് ഈ സ്വപ്നത്തിൽ വരുന്ന ആള്, ഡൗട്ട് വരില്ലേ. മാത്രമല്ല മരിച്ചു പോകുന്ന ആളുകളും സ്വപ്നത്തിൽ വരുന്നുണ്ട്. ഈ ചങ്ങായി മരിച്ചതല്ലേ, അങ്ങനെയാണ് ഈ ചങ്ങായി പിന്നെ എങ്ങനെ സ്വപ്നത്തിൽ വന്നു? ഓൾറെഡി മരിച്ച ഒരാൾ പിന്നെ എങ്ങനെ സ്വപ്നത്തിൽ വരും, അയാൾക്ക് ജീവിതം ഇല്ലല്ലോ. അപ്പൊ ഹ്യൂമൻസിന് ബേസിക്കലി ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്, ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയില്ല, എന്താണ് ഇതിന്റെ യഥാർത്ഥത്തിൽ ആൻസർ എന്ന് അറിയില്ല. അപ്പൊ ഇതിനൊക്കെ ആൻസർ വേണം. ആൻസർ കൊടുക്കുക എന്ന് പറയുന്നത് ഇപ്പൊ ആരാ നമുക്ക് ആൻസർ ചെയ്യുന്ന, കുറെ സയൻസ് നമുക്ക് കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നുണ്ട്. പക്ഷെ അന്ന് സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യാനൊന്നുമില്ല അല്ലെ. അപ്പൊ ആൻസർ തരുന്ന പൊതുവെ ആരായിരിക്കും, റിലീജിയൻ ആൻസർ തരാൻ തുടങ്ങി. അപ്പൊ റിലീജിയൻ എന്ന് പറയുന്ന സാധനത്തിന്റെ ഒരു ആവശ്യകത മുന്നോട്ട് വരുന്നുണ്ട്. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, റിലീജിയന്റെ ഭാഗമായിട്ട് തന്നെ. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് എല്ലാ സാധനത്തിനും ആൻസർ കൊടുത്ത റിലീജിയനാണ്. ഇപ്പം നല്ലൊരു ഭാര്യ ആവണം, എങ്ങനെയാണ് നല്ലൊരു ഭാര്യ ആവേണ്ടത്, എവിടെ പറഞ്ഞിട്ടുണ്ട്? നിങ്ങൾ ഏത് റിലീജിയസ് ബുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുണ്ട്. നിങ്ങൾ ഇപ്പം ഗീത എടുത്തു നോക്കിയാൽ, അല്ലെങ്കിൽ മനുസ്മൃതി എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്നുണ്ട് എങ്ങനെ നല്ലൊരു ഭാര്യ ആവാം, ഒരു സ്ത്രീ എങ്ങനെ പെരുമാറണം എന്നാവാം. അതേപോലെ തന്നെ നമ്മൾ ഇപ്പൊ ഖുർആൻ എടുത്തു പോയി കഴിഞ്ഞാൽ ഒരു ഭാര്യയുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, ബൈബിൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഭാര്യയുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന്. ആണുങ്ങൾ പണ്ടേ പഴച്ചവരാണ്, വി ഡോണ്ട് കെയർ. ലൈക്ക് ആണുങ്ങളെ പറ്റി എവിടെയും എന്ത് ചെയ്യുന്നില്ല, ഒരു റിലീജിയനിലും പറയുന്നില്ല. കാരണം ഇറ്റ്സ് അബൌട്ട് പാട്രിയാർക്കൽ സൊസൈറ്റി. ആരാണ് എഴുതുന്നത്? ആണുങ്ങളാണ് എഴുതുന്നത്. സ്വാഭാവികമായിട്ടും ആർക്ക് ഫേവറബിൾ ആയിരിക്കണം? ആണുങ്ങൾക്ക് ഫേവറബിൾ ആയിരിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും ആണുങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അതാണ് ഞങ്ങൾ എന്ത് ചെയ്യുക, ആണുങ്ങൾ ബുക്കിൽ എഴുതി വെക്കുക. ഇപ്പൊ സ്ത്രീകളായിരുന്നു എഴുതിയിരുന്നെങ്കിൽ, റിലീജിയൻ സ്ത്രീകളാണ് എഴുതുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആദ്യം തൊട്ടേ, ഇനിയിപ്പോ എഴുതുമ്പോൾ വീണ്ടും പാട്രിയാർക്കൽ സെറ്റപ്പിലായിരിക്കും എഴുതുക. സ്വാഭാവികമായിട്ട് ഈ റോള് റിവേഴ്സലാവാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു. എന്ത് ചെയ്തേനെ, നല്ല പുരുഷൻ എങ്ങനെയാവാം എന്നുള്ളതിനെ പറ്റി എഴുതിയേനെ. മനസ്സിലായോ? അപ്പം റിലീജിയൻ ആൻസർ കൊടുത്തു. സ്വാഭാവികമായിട്ടും കുറെ സ്ഥലത്ത് നമ്മൾ ഫാമിലി എന്ന് പറയുന്ന സിസ്റ്റം വന്നു. അത് നോക്കിക്കഴിഞ്ഞാൽ മതി. രാജാക്കന്മാര് വരുമ്പം ദൈവത്തിന്റെ പേരാ എടുക്കുക, രാജാതി രാജ, അല്ലെങ്കിൽ നമ്മൾ ടൈറ്റിൽസ് എടുക്കും. ആരെ ടൈറ്റിലായിട്ട് എടുക്കുക? ദൈവത്തിന്റെ നാമത്തിലുള്ള ടൈറ്റിൽസ് ആയിട്ട് എടുക്കുക. അത് അക്രോസ് ദ ഗ്ലോബ് ഏത് സൊസൈറ്റി പോയി കഴിഞ്ഞു കഴിഞ്ഞാലും, ഏത് ട്രൈബൽ സൊസൈറ്റി പോയി കഴിഞ്ഞു കഴിഞ്ഞാലും പണ്ട് ഇങ്ങനെയായിരുന്നു. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഗോൾഡൻ ബോംബ് നിങ്ങൾ ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടാവും. എന്താണ് ഗോൾഡൻ ബോംബ്? അതായത് ലോവർ കാസ്റ്റ് ഉള്ള ആള് ക്ഷത്രിയ ആയിരിക്കണം ഭരിക്കേണ്ടത്.
ക്ഷത്രിയം ഭരിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ശരിക്കും ക്ഷത്രിയം ഭരിച്ചിട്ടുണ്ടോ? ഇന്ത്യയിലെ ക്ഷത്രിയ ഭരണം എന്ന് പറയുന്നത് ആക്ച്വലി പണ്ടേ തീർന്നു. അതായത് വർഷങ്ങൾക്ക് മുന്നേ, അതായത് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഗുപ്ത ഇവരൊക്കെ ക്ഷത്രിയൻസ് അല്ലേ, ഇവരൊക്കെ താഴെ ഓവർകാസ്റ്റ് ആണ്. പിന്നെന്ത് ചെയ്യുന്നതാണ്, റീബർത്ത് എടുത്തിട്ടാണ് പിന്നീട് ഭരണത്തിലേക്ക് വരുന്നത്. അപ്പൊ ക്ഷത്രിയന്മാര് ഭരിക്കണം എന്ന് പറയുമ്പം അത് റിലീജിയൻ ആയിട്ടാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ റിലീജിയനാണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പൊ യൂറോപ്പ് നോക്കിക്കഴിഞ്ഞാൽ എസ്റ്റേറ്റ് സിസ്റ്റം, ഈ എസ്റ്റേറ്റ് സിസ്റ്റം നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് പഠിക്കും. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്. അതിൽ സെക്കൻഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് റൂളേഴ്സ്, ഫസ്റ്റ് എസ്റ്റേറ്റ് ക്ലർജി ആണ്. ബേസിക്കലി അവർ സാങ്ഷൻ ചെയ്തിട്ട് ചർച്ച് ആണ് പറയുന്നത് ആര് ഭരിക്കണം ആര് ഭരിക്കണ്ട എന്നുള്ളത്. ഇസ്ലാം എടുക്കുവാണെങ്കിൽ കുത്തുബയിൽ എന്ത് ചെയ്യും, പറയും ആരാണ് അടുത്ത ഖലീഫ. അപ്പൊ കുത്തുബ, വെള്ളിയാഴ്ച നമ്മൾ പോകുന്ന കുത്തുബയുടെ ഒരു റെലവൻസ് എന്താണ്? ബേസിക്കലി വെള്ളിയാഴ്ച പള്ളിയിൽ എന്തിനാണ് മുസ്ലിംസ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ബേസിക്കലി പണ്ട് കാലത്ത് മുസ്ലിം രാജ്യങ്ങളിൽ അവരുടെ ഭരണ കാര്യങ്ങൾ പറയുന്നത് വെള്ളിയാഴ്ചകളാണ്. അതുകൊണ്ടാണ് വെള്ളിയാഴ്ചക്ക് ഇത്ര ഇമ്പോർട്ടൻസ്. അതല്ലാതെ റിലീജിയസ്ലി വെള്ളിയാഴ്ചന് വലിയ രീതിയിലായിട്ട് വെള്ളിയാഴ്ച പള്ളി പോകാന്ന് പറയുന്നത് വലിയ രീതിയിലായിരിക്കും എടുത്തു വെച്ചിട്ടുണ്ടാവുക. കാരണം എന്താണ്? കാരണം ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ പൊളിറ്റിക്കൽ ആസ്പെക്ട്സ്. നിങ്ങൾക്കുള്ള പണ്ടത്തെ പോലത്തെ ന്യൂസ് പേപ്പർ ഒന്നും ഇല്ലല്ലോ. അപ്പൊ പണ്ട് ആളുകൾ അറിയിക്കണമെങ്കിൽ ഒന്നിച്ചു കൂട്ടണം. അപ്പൊ ഒന്നിച്ചു കൂട്ടാനുള്ള ഒരേ ഒരു മാർഗം റിലീജിയസ് ആയിട്ട് എന്ത് ചെയ്യാന്നുള്ളതാണ്. ചർച്ചിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൺഡേ മാസ് കാണാൻ പറ്റും. എഗെയിൻ അവിടെയും പൊളിറ്റിക്കൽ ഡിസിഷൻസ് എടുക്കാം. അപ്പൊ പണ്ട് എല്ലാത്തിനും ആൻസർ കൊടുത്തിരിക്കുന്നത് എന്തായിരുന്നു? റിലീജിയൻ ആയിരുന്നു. പിന്നീട് സയൻസ് ആൻസർ കൊടുക്കാൻ തുടങ്ങി. ഈ റിലീജിയൻ കൊടുത്ത ആൻസർ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് സയൻസ് വരുന്നത്. അപ്പൊ റിലീജിയനും സയൻസും രണ്ടും രണ്ടാണോ എന്നുള്ളതിനൊക്കെ ചോദ്യങ്ങൾ വേറെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പം റിലീജിയന് പറഞ്ഞ കുറെ കാര്യങ്ങൾ ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് പുതിയ പുതിയ സാധനങ്ങൾ കണ്ടെത്തിയിട്ടാണ് പിന്നീട് സയൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് തന്നെ എമർജ് ചെയ്യുന്നത്. അപ്പൊ ഈ സയൻസ് ഒക്കെ എമർജ് ചെയ്തതിന് ശേഷം ഒരു 18th സെഞ്ചുറി ഒക്കെ ആയപ്പോഴാണ് ബേസിക്കലി സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് മാറ്റർ എന്ത് ചെയ്യുന്നത്, എമർജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 18th സെഞ്ചുറി യൂറോപ്പിലാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് ഉണ്ടാവുന്നത് 18th സെഞ്ചുറി യൂറോപ്പിലാണ്. സോ 18th സെഞ്ചുറി യൂറോപ്പിൽ വരുന്ന സമയത്ത് ഇതിന്റെ ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഒരു 250 years. അപ്പം ഒരു 250 years ആയിട്ടേ ഉള്ളൂ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് വന്നിട്ട്. അതുകൊണ്ടാണ് ഈ സബ്ജക്റ്റിനെ വൺ ഓഫ് ദി യങ്ങസ്റ്റ് സബ്ജക്ട് നമ്മൾ വിളിക്കാൻ കാരണം. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാനില്ല, പഠിക്കാനില്ല. കാരണം 250 വർഷം കൊണ്ട് കുറച്ച് പേരല്ലേ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് എടുക്കുവാണെങ്കിൽ ഒരു 12th സെഞ്ചുറി തൊട്ട്, അല്ലെങ്കിൽ നമ്മൾ ഏൻഷ്യൻ പൊളിറ്റിക്കൽ തിയറി തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം, അർത്ഥശാസ്ത്രമൊക്കെ തൊട്ട് പൊളിറ്റിക്കൽ സയൻസിന്റെ ഭാഗമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് കുറെ വർഷങ്ങളുടെ തിയറി പഠിക്കാനുണ്ട്. ഇപ്പൊ ഏത് സബ്ജക്ട് എടുക്കുവാണെങ്കിലും നമുക്ക് കുറെ കാര്യം ഉണ്ടാവും. അപ്പം UPSC ഓപ്ഷനിൽ സോഷ്യോളജി എന്തുകൊണ്ട് ചെറുതാവുന്നു എന്ന് പറയുന്നത് മനഃപൂർവ്വം അവർ ചെറുതാക്കിയതല്ല. സോഷ്യോളജി ചെറുതാണ്, ബേസിക്കലി കുറച്ചേ പഠനം പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ എന്നുള്ളതാണ്. ഇന്ത്യയിൽ സോഷ്യോളജി വന്നത് 1956 ഒക്കെ ടൈം ആയപ്പോഴാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഇന്ത്യന്റെ അത്രത്തോളം പ്രായം ഇന്ത്യയിൽ സോഷ്യോളജിക്ക് ആവുന്നേ ഉള്ളൂ. സ്വാഭാവികമായിട്ട് വളരെ കുറച്ച് ഇന്ത്യയിലും സോഷ്യോളജി അല്ലെങ്കിൽ ഇന്ത്യൻ സോഷ്യോളജി എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. പിന്നെ ഇന്ത്യൻ സോഷ്യോളജി പഠിക്കുന്ന മിക്ക ഭാഗങ്ങളും നമുക്ക് എവിടെ തന്നെ പഠിക്കാനുള്ളതായിരിക്കും, GS നിങ്ങൾക്ക് പഠിക്കാനുള്ളതായിരിക്കും. ഓവർലാപ്പിംഗ് ആയിരിക്കും സബ്ജക്ട്. അതിനൊരു അഡീഷണൽ ഒരു സാധനം മാത്രമേ പറയാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആണ് സോഷ്യോളജി വൺ ഓഫ് ദ സ്മോളസ്റ്റ് സബ്ജക്ട് ആസ് വെൽ ആസ് സ്കോറിംഗ് സബ്ജക്ട് എന്ന് പറയാൻ കാരണം വളരെ ചെറിയ സമയം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഏത് സബ്ജക്റ്റും നല്ല രീതിയിൽ എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. സോഷ്യോളജി എഴുതിയാലും മാർക്ക് കിട്ടും. പക്ഷെ സോഷ്യോളജി കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ പഠിക്കാൻ പറ്റുന്നതുകൊണ്ട് കൂടുതൽ മാർക്ക് കിട്ടാനുള്ള ഒരു പൊട്ടൻഷ്യൽ അവിടെ കൂടുതലുണ്ട് എന്നുള്ളതാണ് സോഷ്യോളജിനെ ഇവിടെ പ്രത്യേകം ആക്കുന്നത്. അപ്പം ഇതിലേക്കൊക്കെ ഇതൊക്കെയാണ് മാർക്കിന്റെ കാര്യം. നമ്മൾ അത് വഴി എന്ത് ചെയ്യും, ഓരോ ക്ലാസ്സിലും നമ്മൾ ഓരോ ക്ലാസ്സിന്റെ ഒരു പാറ്റേൺ ഞാൻ പറയാം. നമ്മൾ ഓരോ ചാപ്റ്ററും നിങ്ങൾക്ക് മെറ്റീരിയൽ ഇപ്പൊ തന്നിട്ടില്ലേ, ഇപ്പൊ ഓൺലൈൻകാർക്ക് മെറ്റീരിയൽ ഇന്നത്തെ ഇതിന് മെറ്റീരിയൽ ഇല്ല. ജോയിൻ ചെയ്യുന്നവർക്ക് ഒരു കംപ്ലീറ്റ്ലി എന്ത് ചെയ്യും, ഒരു ബുക്ക് പ്രൊവൈഡ് ചെയ്യും. ഒരു ബുക്ക് എന്ന് കാണിച്ചു. അപ്പൊ ഇതുപോലെയുള്ള ഒരു ബുക്സ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഇപ്പൊ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യും, ഈ ഒരു ബുക്കിൽ തന്നെ കാര്യങ്ങൾ ബേസിക്കലി എന്ത് ചെയ്തിട്ടുണ്ടാവും, കവർ ചെയ്തിട്ടുണ്ടാവും മൊത്തത്തില്. ഓക്കെ, അപ്പം ഇത് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ആ ചാപ്റ്ററിന്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാവും, ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻസ്, PYQ, ടെസ്റ്റ് സീരീസ് അതൊക്കെ ഇതിനകത്ത് ഭാഗമായിട്ട് തന്നെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അപ്പൊ അതിന്റെ രീതിയിൽ നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോവാണ് ചെയ്യാം. ഇനി സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ രീതിയിൽ നോക്കാം. ബേസിക്കലി സോഷ്യോളജി എന്ന് പറയുന്നത് 2 സെഗ്മെന്റ് ആയിട്ട് സോഷ്യോളജിയിലെ ആളുകളെ മൊത്തത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഒരു സൊസൈറ്റിയിൽ ആരൊക്കെ ഉണ്ട്, ഇൻഡിവിജ്വൽസ് ഉണ്ട്, കുറെ ആളുകളുണ്ട് അല്ലെ. ഇൻഡിവിജ്വൽ ആയാലും നമ്മളൊക്കെ കുറെ ആളുകളുണ്ട്. അതേപോലെ തന്നെ കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. ഒരു സൊസൈറ്റിയിൽ എന്തുണ്ട്, കുറെ ഇൻഡിവിജ്വൽ ഉണ്ട്. സൊസൈറ്റിയിൽ നമുക്ക് ഇൻഡിവിജ്വൽസും ഉണ്ട്, അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ വ്യക്തികൾ, നമ്മളെല്ലാം ഓരോ ഇൻഡിവിജ്വൽസ് ആണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ കാണുന്ന ഫാമിലി എന്താണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് സൊസൈറ്റിയിലെ. ഓക്കെ, റിലീജിയൻ എന്താണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. സ്റ്റേറ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. കാസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ കാസ്റ്റ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇതൊക്കെ എന്താണ്, സ്ട്രക്ചറൽ സാധനം അല്ലേ. ഇപ്പം റിലീജിയൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒരാൾ അടങ്ങുന്നതാണോ,
അല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അടങ്ങുന്ന വലിയ സാധനമാണ്. അതായത് ഒരു ഇൻഡിവിജ്വലിനെക്കാട്ടും എന്തോ വലുതായ ഒരു സാധനമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ഒന്ന് കുറച്ച് ഇൻഡിവിജ്വൽസ് ആണ് എന്ന് പറയുന്നു. ഇനി സോഷ്യോളജി, ബേസിക്കലി എൻ്റെ സോഷ്യോളജി ഈ രണ്ട് ഡിബേറ്റിന് അണ്ടറിലാണ് ഇരിക്കുന്നത്. എന്താണ് ഡിബേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആളുകൾ പറയുന്നു ഈ ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന വ്യക്തികളുണ്ടല്ലോ, അതായത് സൊസൈറ്റിയിലുള്ള ഈ ഇൻഡിവിജ്വൽസിനൊന്നും എന്തില്ല, സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ ഒന്നുമില്ല. ബേസിക്കലി ഇവരൊക്കെ ആരെ കൺട്രോളിലാണ്? ദേ ആർ ഓൾ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ബേസിക്കലി റിലീജിയൻ അല്ലെങ്കിൽ ഫാമിലി, ഇങ്ങനെയുള്ള ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അണ്ടറിലെ പപ്പറ്റ്സ് മാത്രമാണ് നമ്മൾ എന്ന് പറയുന്നു. ഓക്കെ, അത് നമ്മൾ എന്താണ്, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് പറയുന്നു അത് കേട്ട് ജീവിക്കുന്ന ആളുകളാണ് ബേസിക്കലി നമ്മൾ എന്നുള്ളതാണ് ആര് പറയുന്നത്? ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി അല്ലെങ്കിൽ റിലീജിയനെ പറ്റിയിട്ട് ഇവര് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ബേസിക്കലി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പം നോക്കുക, ഇപ്പൊ നിങ്ങൾ ഒരു 25 അല്ലെങ്കിൽ ഒരു 28 വയസ്സാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾ ജോലി ഇല്ലാന്ന് വിചാരിക്കാം. ഒരു 28 വയസ്സായി, ജോലിയൊന്നും ആയില്ല, സിവിൽ സർവീസിന് പഠിക്കാം, വീട്ടിൽ പോകാൻ പറ്റുമോ? നാട്ടിലിറങ്ങാൻ പറ്റുമോ? നമുക്ക് പോകാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ബേസിക്കലി ആദ്യത്തെ വർഷം UPSC തിരുവനന്തപുരത്ത് വരുന്ന ആളുകൾ ആദ്യത്തെ ഒരു വർഷം വലിയ കുഴപ്പമില്ലാതെ അടിച്ചു പൊളിച്ച് ജീവിക്കും. രണ്ടാമത്തെ വർഷം അച്ഛൻ വലിയ ഒന്നും പറയാത്തതുകൊണ്ട് അടിച്ചു പൊളിച്ച് നമുക്ക്, കാരണം നമ്മൾ ഡിഗ്രി കഴിഞ്ഞതേ ഉള്ളൂ, വീട്ടുകാരും നാട്ടുകാരും വിചാരിച്ചിരിക്കുന്ന 2 വർഷമായിട്ട് ഇവൻ എന്തോ PG ചെയ്യാൻ പോയതായിരിക്കും, അങ്ങനെയായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. ഒരു 3-ാം വർഷം ആകുമ്പോൾ ചോദിക്കും, ജോലിയൊന്നും ആയില്ലേ, ജോലിയൊന്നും ആയില്ലേ? ഈ ആളുകളുടെ ചോദ്യം കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്തു പോകാൻ പറ്റില്ല. ഇനി ആ നാട്ടിൽ പോകാൻ പറ്റില്ല. ഇനി പോകണമെങ്കിൽ വെളുപ്പിന് അവിടെ എത്തണം, രാത്രി തിരിച്ചു വരുന്ന പോലെ ആരും കാണാതെ തലയിൽ മുണ്ടിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നാട്ടിൽ പോകേണ്ടി വരിക. ഇനി ഒരു 30 വയസ്സൊക്കെ ആവാനാകുമ്പോഴേക്കും 28, 25, സ്ത്രീകളെ സംബന്ധിച്ചുള്ള 26, 27 വയസ്സാകുമ്പോൾ തന്നെ, ഒരു ആണുങ്ങളെ സംബന്ധിച്ച് 28 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ കല്യാണം ആയില്ലേ ചോദിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും കല്യാണം ആയില്ലേ എന്നുള്ള ചോദ്യം എന്തായാലും ഉണ്ടാവും. ഇനി കല്യാണം ആയില്ല എന്നുള്ള ചോദ്യം മാത്രമല്ല, എന്തെങ്കിലും ഫാമിലി ഫംഗ്ഷന് പോയി ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട് കോൾഡ് അമ്മായിസ്. ഈ അമ്മായിമാരെ മുമ്പിലെങ്ങാനും പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. അവര് കല്യാണത്തിന് ആലോചിക്കാൻ ഇന്ന വീട്ടിൽ ചെക്കനുണ്ട്, ഇന്ന വീട്ടിലൊരു പെണ്ണുണ്ട്, അവർക്ക് ഇന്ന ജാതകം, ഇന്ന സംഭവമാണ്, സെറ്റ് കുടുംബമാണ്, ആലോചിക്കട്ടെ. അല്ലെങ്കിൽ നീ എന്താണ് കല്യാണം കഴിക്കുന്നത്, നിനക്ക് വേറെ വല്ല റിലേഷൻ ഉണ്ടോ, ഇനി ഇപ്പൊ അല്ലെങ്കിൽ നീ എന്താണ് ഇപ്പൊ നമ്മളിപ്പോ LGBT കമ്മ്യൂണിറ്റിക്ക് ഇത് കുറച്ചുകൂടി ആയതുകൊണ്ട് ഇവർക്ക് സംശയമാണ്, വേറെ നമ്മൾ ഇനിയിപ്പോ വേറെ എന്താ പറയാ സെക്ഷൽ ഓറിയന്റേഷൻ വേറെയാണോ, അങ്ങനെ കംപ്ലീറ്റ്ലി പ്രോബ്ലംസ് ആണ്. ഒരു പ്രോബ്ലം കഴിയുമ്പോൾ, ഒരു സമയം കഴിയുമ്പം നിങ്ങൾ തന്നെ തീരുമാനിക്കും കല്യാണം കഴിക്കാം. അങ്ങനെ വീട്ടുകാരെ നിർബന്ധമൊക്കെ പിടിച്ച ഈ പ്രഷർ കാരണമല്ല നിങ്ങൾ കുറെ പേര് കല്യാണം കഴിക്കുന്നത്. ബേസിക്കലി ഇൻഡിവിജ്വലി കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? ഒട്ടും താല്പര്യമില്ല. പക്ഷെ ഇത് തന്നെയാണ് ഇപ്പൊ നമ്മളിപ്പോ ഇന്ത്യയില്, കേരളത്തിൽ മാത്രം സർവേ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ആസ് പെർ 7 out of 10 women says that they do not want to marry എന്നുള്ളതാണ് പ്രസന്റ് സർവേ. ബട്ട് സ്റ്റിൽ they are marrying. Why they are marrying? Because of the pressure from the people surrounded, അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ ഇൻഡിവിജ്വലിന്റെ തീരുമാനത്തിനനുസരിച്ചാണോ നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതം ആരാ കൺട്രോൾ ചെയ്യുന്നത്? സൊസൈറ്റി കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഈ സൊസൈറ്റി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ റിലീജിയൻ, നിങ്ങളുടെ സ്റ്റേറ്റ്, നിങ്ങളുടെ ഇതെന്താണ്, ഇതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയും നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. അത് ചെയ്തില്ല, ഇൻസ്റ്റിറ്റ്യൂഷൻ എതിരെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങളെ മേളിൽ എന്ത് ചെയ്യും, ഒരു പ്രഷർ തരും. അത് നിങ്ങൾ തല്ലുന്നുള്ളതല്ല, പക്ഷെ ഒരു എക്സ്റ്റേണൽ പ്രഷർ തരും. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും, നിങ്ങൾക്ക് ഈസി ആയിട്ട് ജീവിക്കാൻ പറ്റില്ല. ഇപ്പൊ ജോലി 28 വയസ്സായിട്ടും ജോലി ആയില്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നു എന്റെ ജീവിതം എന്റെ ഇഷ്ടമല്ല ഞാൻ ജീവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ പോകാൻ പറ്റില്ല. നാട്ടുകാർ നിങ്ങളെ ചൊറഞ്ഞുകൊണ്ടേയിരിക്കും, ജോലിയൊന്നും ആയില്ല. ഫൈനൽ എങ്ങനെയെങ്കിലും ഒരു ജോലി ആവണം എന്നുള്ളതായിരിക്കും നമുക്ക് ഫൈനൽ എന്തായി ഒരു ഫീൽ വരിക. ഇനി ജോലി കിട്ടിയിട്ടേ വീട്ടിൽ പോകുള്ളൂ, അല്ലെ കല്യാണം ആയില്ലേ. അപ്പം ശരിയല്ലേ, നിങ്ങൾ ഇൻഡിവിജ്വൽ ഇഷ്ടത്തിനാണോ ജീവിക്കുന്നത്? ആര് പറഞ്ഞു? ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറഞ്ഞു, നിങ്ങൾ ജീവിച്ചു. ഇത് നിങ്ങൾ നോക്കിയേ, സ്വാഭാവികമായിട്ടും നിങ്ങളൊരു അലമ്പനാണ് നാട്ടിലെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ പുറത്ത് നടന്നു, പുറത്ത് താട്ടുകൂടെ നടന്നു, തുണിയോ മുണ്ടൊക്കെ മടക്കി കൊടുത്ത് ആയലയിലൊക്കെ എന്തൊക്കെ വിളിച്ചു നടക്കുന്നു. നിങ്ങൾ അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ പോകുമ്പം അമ്പലത്തിൽ കയറുന്ന സമയത്ത് നിങ്ങളോട് ആരും പറഞ്ഞില്ല ചെരുപ്പ് അരിച്ചിടാൻ. നിങ്ങൾ ചെരുപ്പ് അയച്ചിട്ടു. നിങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല മുണ്ട് അയച്ചിടാൻ. അവിടെ ആരും വന്ന് മുണ്ട് അയച്ചിടാ പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി മുണ്ട് മടക്കി കുത്തിയത് അയച്ചിട്ടു. അവിടുന്ന് നിങ്ങൾ ഒരിക്കലും ഒച്ചപ്പാട് ഉണ്ടാക്കില്ല, ബഹളം ഉണ്ടാക്കില്ല, വളരെ സൈലന്റ് ആയിരിക്കും, മാന്യം. ഇത്രയും മാന്യമായ ഒരാളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? വളരെ മാന്യനായിട്ട് ബിഹേവ് ചെയ്യുന്നു, ഒരു ഒച്ചപ്പാട് ബഹളവും ഇല്ല, അടി ഉണ്ടാക്കുന്നില്ല, ഇടി ഉണ്ടാക്കുന്നില്ല. സോ ഇവിടെ പുറത്ത് നിങ്ങളുടെ ബിഹേവിയർ വേറെയും ഈ അമ്പലത്തിൽ നിങ്ങളുടെ ബിഹേവിയർ വേറെയുമാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിഹേവിയർ കൺട്രോൾ ചെയ്തത് ഇവിടെ എന്താണ്? ബേസിക്കലി ഈ അമ്പലമല്ലേ? അമ്പലം എന്ന് പറയുന്ന റിലീജിയന്റെ ഒരു പാർട്ടല്ലേ? അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ?
ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് നിങ്ങൾ ബിഹേവിയർ മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വിൽ പവർ ഉണ്ടോ? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു വണ്ടി ഓടിക്കുന്നു, ഒരു ബൈക്ക് ഓടിക്കുന്നു. ഈ ബൈക്ക് ഓടിക്കുമ്പം നിങ്ങൾക്ക് ട്രാഫിക്കിൽ സിഗ്നൽ വരുന്നു, സിഗ്നൽ റെഡായി, നിങ്ങൾ വണ്ടി നിർത്തുമില്ലയോ? നിർത്തും. നിങ്ങൾ തീരുമാനിച്ചിട്ടാണോ റെഡായേ? അല്ല. അപ്പൊ ആര് പറഞ്ഞു നിങ്ങളോട് നിർത്താൻ? സ്റ്റേറ്റ് പറഞ്ഞു നിർത്താൻ. സ്റ്റേറ്റ് പറഞ്ഞു ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗിവ് യു ഫൈൻ. യു ഒബേഡ് ദ റൂൾ ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഈസ് സെറ്റ് ബൈ നോട്ട് യു. നിങ്ങൾ വരുന്നതിന് മുമ്പ് റൂൾസ് ഇല്ല ഇവിടെ. നിങ്ങൾ ജനിക്കുന്നതിന് മുന്നേ തന്നെ ട്രാഫിക് സിഗ്നലിൽ റൂൾസ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും റോൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും ട്രാഫിക് സിഗ്നൽസ് ഇവിടെ ഉണ്ടാവില്ലേ? ഉണ്ടാവും. സോ യു ഡോണ്ട് ഹാവ് എനി കൺട്രോൾ ഓൺ ദി സിസ്റ്റം. യു ആർ സിംപ്ലി ഗവേൺഡ് ബൈ ദി സിസ്റ്റംസ്. നിങ്ങൾ കേരളത്തിൽ ജനിച്ചതുകൊണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മലയാളം അറിയാം. ഓക്കെ, മലയാളം എന്ന് പറയുന്ന ലാംഗ്വേജ് നിങ്ങൾ ഉണ്ടാക്കിയതാണോ? അല്ല. നിങ്ങൾ ജനിച്ചപ്പോൾ ഇവിടെ എന്തുണ്ട്? മലയാളം ഉണ്ട്. നിങ്ങൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും മലയാളം ഇവിടെ തന്നെ ഉണ്ടാവും, അല്ലെ? ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ പുറത്താണ്, നിങ്ങളുടെ ഉള്ളിലാണോ? അല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കൺട്രോൾ ഉണ്ടോ? യു മേ വാല്യൂ ആഡ് സംതിങ്. ഇപ്പൊ ജെൻസി വരുന്നു, ഒരു ഇൻഡിവിജ്വൽ അല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആഡ് ചെയ്ത്. ഇപ്പൊ ജെൻസി എന്ത് ചെയ്യുന്നു? പുതിയ വേർഡ്സ് ആഡ് ചെയ്തു. പൂക്കിമോൻ. ഇപ്പൊ ഇവനൊരു പൂക്കിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സന്തോഷായില്ലേ? എന്താന്നറിയില്ല അല്ലെ? ഓക്കെ, പൂക്കി എന്ന് പറഞ്ഞാൽ നല്ലതാ. അപ്പൊ പിന്നെ ഒരു പൂക്കിയാണെന്ന് പറയുന്നു. അപ്പൊ ഈ പൂക്കി എന്ന് പറയുന്ന ലാംഗ്വേജ് ഒരു 10 വർഷം മുമ്പ് മരിച്ച ഒരാളുടെ അടുത്ത് പോയിട്ട് ഇന്ന് പോയിട്ട് നീ പൂക്കിയാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവില്ല. ഇവൻ തന്നെ ഇപ്പൊ മനസ്സിലായിട്ടില്ല. അപ്പൊ ഈ ലാംഗ്വേജിലേക്ക് ആളുകൾ വാല്യൂ ആഡ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് പോവും, ആ ലാംഗ്വേജിന്റെ ഭാഗമായി വരുന്നു. പക്ഷെ ലാംഗ്വേജ് ആസ് സച്ച് ഈസ് ഇൻഡിപെൻഡന്റ്. ലാംഗ്വേജ് എന്താണ്? ഈസ് പാർട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ്? നിങ്ങൾ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ലാംഗ്വേജ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇൻഡിവിജ്വലിന്റെ ആളുകളുടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ ഈ ലാംഗ്വേജ് ഉണ്ടാവുന്നത്? അല്ല. ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യുന്നു? സിംപ്ലി ഗവേൺഡ് ബൈ ദി ലാംഗ്വേജസ്, അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ടും വൺ വ്യൂ പോയിന്റ് ഓഫ് സൊസൈറ്റിയിലെ ആർഗ്യുമെന്റ്, കുറച്ച് തിയറികൾ ആളുകൾ പറയുന്നത്, സൊസൈറ്റിന്റെ ഒരു ഭാഗം നമ്മൾ കമ്പാരിറ്റീവ്ലി, ഇത് തന്നെയാണ് നമ്മൾ എൻറ്റയർലി പഠിക്കാൻ പോകുന്നത്. ഒരു വിഭാഗം മൊത്തം പറയാൻ പോകുന്നത് ഹ്യൂമൻസ് ആർ മിയർലി പപ്പറ്റ് ഇൻ ദി സൊസൈറ്റി, ദേ ജസ്റ്റ് ഗവേൺഡ് ബൈ ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അവരെന്ത് ചെയ്യുന്നില്ല? അവർക്ക് സ്വയം തിങ്ക് ചെയ്യാനോ ചെയ്യാനൊന്നും റോളില്ല. അവരെന്ത് ചെയ്യുന്നു? നിങ്ങൾ എന്താണോ സൊസൈറ്റി പറയുന്നത്, ആ സൊസൈറ്റി പറയുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു? അത് അനുസരിച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു തിയറിയാണ് ബേസിക്കലി സ്ട്രക്ചറൽ തിയറീസ് എന്ന് നമ്മളിങ്ങനെ വിളിക്കും. നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പം ബേസിക്കലി ഇവിടെ എന്താണ്? ഇൻഡിവിജ്വൽസിന് ഒന്നും ഒരു ചോയ്സ് ഇല്ല. ഇൻഡിവിജ്വൽസ് ഒക്കെ എന്താ നിങ്ങൾ പറയുന്ന ആളുകൾ. ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ നോക്കുമ്പോൾ സംഭവം ശരിയാണ്, അല്ലെ? എന്ത് സൊസൈറ്റി എടുത്ത് നോക്കിയാണ്, ഇപ്പൊ സ്റ്റേറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോ ആണ് നമ്മൾ അതിനനുസരിച്ച് ഗവേൺ ചെയ്യുന്നത്. നമുക്ക് വലിയൊരു റോൾ ഇല്ല. കല്യാണം കഴിക്കാൻ ഒരു സമയമാകുമ്പോൾ ഇപ്പൊ എന്തുകൊണ്ട് ആളുകൾ 30 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സാകുന്നതിന് മുമ്പ് കല്യാണം കഴിക്കുന്നത്? ശരിക്കും കല്യാണം എപ്പോൾ കഴിച്ചാൽ മതി? 40 വയസ്സിലോ 50 വയസ്സിലോ കഴിച്ചാൽ മതി. നമുക്ക് അങ്ങനെയൊക്കെ കഴിക്കാനാണ് നമ്മുടെ ഇഷ്ടം. പക്ഷെ സൊസൈറ്റി അത് അനുവദിക്കില്ല. സൊസൈറ്റി പറയുന്നത് ഈ വയസ്സിൽ കല്യാണം കഴിക്കണം, അത് കഴിഞ്ഞാൽ കുട്ടികൾ വേണം, കുട്ടികൾ കഴിഞ്ഞാൽ പിന്നെ യു ആർ ട്രാപ്ഡ്. ബേസിക്കലി ആഫ്റ്റർ മാരേജ് ഇറ്റ്സെൽഫ് യു ആർ ട്രാപ്ഡ്. ഓക്കെ, സോ സിസ്റ്റം എന്ത് ചെയ്യുന്നു? ഈ രീതിയിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നു. അപ്പം ഇൻഡിവിജ്വലിന് ഇവിടെ ഒരു ചോയ്സ് ഇല്ല. പക്ഷെ ചില വിഭാഗം ആളുകൾ പറയും, അങ്ങനെ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് എന്തല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ വെറും പപ്പറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ദേ വിൽ സിംപ്ലി എന്ത് ചെയ്യുന്നുണ്ട്? തിങ്ക് ചെയ്യുന്നുണ്ട്. ദേ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്? അവരെടുക്കുന്നത്. അപ്പൊ ഇൻഡിവിജ്വൽസ് ആണ് എന്ത് ചെയ്യുന്നത്? ദേ ടേക്ക് ആക്ഷൻസ് ബേസ്ഡ് ഓൺ ദെയർ അണ്ടർസ്റ്റാൻഡിങ് ദ സൊസൈറ്റി, അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ബേസ്ഡ് ഓൺ ദേ ക്രിയേറ്റ് ദെയർ ഓൺ സോഷ്യൽ റിയാലിറ്റി. അത് ഈ ലാംഗ്വേജും കാര്യങ്ങളും ഒക്കെ ആര് റോള് ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നുണ്ട്? ഇൻഡിവിജ്വൽസ് പങ്കെടുക്കുന്നുണ്ട്. ഇൻഡിവിജ്വൽസ് വെറും പപ്പറ്റ് അല്ല. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് അരുൺ ഈ പറഞ്ഞ പോലെ തന്നെ അരുണിന്റെ പുറകിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു അരുണിനെ വീട്ടിൽ നിന്ന് ഇപ്പൊ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്നുണ്ട്. ഈ നിർബന്ധം കാരണം അരുൺ കല്യാണം കഴിച്ചു. ഇപ്പൊ പുറത്തുനിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം അരുൺ സിംപ്ലി ഒബേഡ് ദി സോഷ്യൽ നോംസ്, അല്ലേ? ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് പറയുന്നു അത് നോക്കി ചെയ്തു എന്നുള്ളതാണ് അരുൺ ചെയ്തിട്ടുള്ളത്, അല്ലെ? പക്ഷേ ഇനി അരുണിനോട് ചോദിക്കുകയാണ്, അരുണെ നീ എന്തിനാ കല്യാണം കഴിച്ചെന്ന് ചോദിക്കുമ്പോൾ ആക്ച്വലി അരുൺ കല്യാണം കഴിച്ചത് ഒരു ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്ന നേഴ്സിനെയായിരുന്നു. അപ്പൊ അരുൺ നോക്കിയത്, അരുൺ കല്യാണം കഴിച്ച ജർമ്മനിയിൽ, അരുൺ ശരിക്കും കല്യാണം കഴിച്ചിട്ടില്ല, ഇത് എന്റെ എക്സാമ്പിൾ ആണ്. അരുൺ നോക്കിയത് എന്തിനാണ് ജർമ്മനിയിലെ നേഴ്സിനെ കല്യാണം കഴിച്ചത്? അരുൺ നോക്കുമ്പോൾ ഇവളെ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് ജർമ്മനിയിൽ പോയി ലൈഫ് സെറ്റിൽ ആവാം. അപ്പൊ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതെന്താണ്? സോഷ്യൽ പ്രഷറിന് വേണ്ടി കല്യാണം കഴിച്ചു. ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും ഇതെന്താണ്? ബേസിക്കലി he understood that marriage is an opportunity for his own well-being, economical എന്ത് ചെയ്യാം, കരിയറിൽ വെൽബീങ് ആവാം, സെറ്റിൽഡ്, വെറുതെ ഇരുന്ന് എന്ത് ചെയ്യാം, ഫുഡൊക്കെ അടിച്ച് ജർമ്മനിയൊക്കെ കറങ്ങി ടൂറൊക്കെ അടിച്ച് നടക്കാം. സോ ഹി മാരീഡ് ഫോർ ഡിഫറെന്റ് റീസൺ, അല്ലെ?
ഇവിടെ ഓരോ ഇൻഡിവിജ്വലും ഓരോരുത്തർക്കും അങ്ങനെ ഓരോ സിമ്പിൾ ആയിട്ട് ഡിസിഷൻസ് എടുത്തിട്ടുണ്ടാവില്ല എന്തുകൊണ്ട് അവർ കല്യാണം കഴിക്കുന്നു എന്നുള്ളതുകൊണ്ട്. ഇപ്പൊ ഇൻഡിവിജ്വല് ജസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് കേൾക്കുവാണ് ചെയ്തത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് പറഞ്ഞോ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു, അവർക്ക് രീതിയിൽ ഒരു ആക്ഷൻ എടുക്കുകയാണ് ഇവിടെ ഇൻഡിവിജ്വൽ ചെയ്തിട്ടുള്ളത് അല്ലെ. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ അമ്പലത്തിൽ പോകുന്നു. ഇപ്പൊ UPSC എക്സാം പ്രിലിംസിന്റെ തലേന്ന് ഒരാഴ്ച മുമ്പ് ഇരിക്കാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ അമ്പലം പള്ളി വാട്ടെവർ, അമ്പലം മീൻസ് നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകുന്നു. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുമ്പം പുറത്ത് നിൽക്കുന്ന ഒരു കാരണവർ നോക്കുമ്പം നല്ല ചെക്കൻ വിശ്വാസിയാണ്, അല്ലെങ്കിൽ എന്നും എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അമ്പലത്തിൽ പോകുന്നുണ്ട്. അപ്പൊ പുറത്ത് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം നിങ്ങൾ എന്നും അമ്പലത്തിൽ പോകുന്നുണ്ട്, നല്ല വിശ്വാസിയാണ്. പക്ഷെ ആക്ച്വലി നിങ്ങൾ അമ്പലത്തിൽ പോകുന്നതിന്റെ റീസൺസ് എന്തായിരിക്കും, ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ അരുൺ എന്തിനാ അമ്പലത്തിൽ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, വെളുപ്പിന് രാവിലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പെൺകുട്ടികളെ കാണാൻ പറ്റും. അപ്പൊ അവന്റെ ഒരു ഗേൾ ഫ്രണ്ടും അമ്പലത്തിൽ വരുന്നുണ്ട്. ഇപ്പൊ ഇതിനെ കാണാൻ വേണ്ടിയിട്ടാ പോകുന്നത്, മനസ്സിലായോ? പക്ഷെ പുറത്ത് നോക്കുന്നവൻ എന്താ, വീട്ടിൽ നിന്ന് അച്ഛൻ നോക്കുമ്പോഴോ മുണ്ടോ കൊടുത്ത് ഇവൻ നന്നായി, ഞാൻ പറഞ്ഞില്ലേ ശാരദ ഇവൻ നന്നാവുന്ന്. ഞാൻ വെറുതെ പറയുന്നതായിരുന്നു, ഇതൊക്കെ എക്സാമ്പിൾ ആട്ടോ. അവനാ നോക്കുമ്പോ അവന്റെ ലൈഫായിട്ട് കണക്റ്റഡ് ആയി. സാറിന് ഇതെങ്ങനെ മനസ്സിലായി? അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവൻ എന്ത് ചെയ്യുന്നു, അമ്പലത്തിൽ പോകുന്നു. പക്ഷെ ഇവന്റെ ഉള്ളിൽ എന്താ, ഇവൻ എന്തിനാ അമ്പലത്തിൽ പോയത്, വേറൊരാളെ കാണാൻ വേണ്ടിട്ട് പോയത്. സോ ഹി ഹാസ് ഇറ്റ്സ് ഓൺ ഡിസിഷൻസ് അല്ലെ. അല്ല നിങ്ങൾ എക്സാമിന്റെ സമയത്ത് അമ്പലത്തിൽ പോകുന്നു, വിശ്വാസം ഉള്ളതുകൊണ്ട് ഭക്തനായതുകൊണ്ട് മാത്രം പോയതാണോ? നിങ്ങൾക്ക് എക്സാമിന് പാസ്സാവണം, യു ഹാവ് എ നീഡ് അല്ലെ. അപ്പൊ ഓരോ ആളുകൾ അമ്പലത്തിൽ പോകുന്നതിന്റെ റീസൺ ഡിഫറെന്റ് അല്ലേ. കാണുമ്പോ എന്താണ്, എല്ലാവരും ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോളോ ചെയ്യുന്നു, അമ്പലത്തിൽ പോകുന്നു, പക്ഷെ ഓരോരുത്തർക്ക് നീഡാണ്. ഇനി ഞാൻ അമ്പലത്തിലേക്ക് പോകുന്നു, എന്റെ കൂടെ തന്നെ ഞാൻ പോകുന്ന അതേ അമ്പലത്തിൽ തന്നെ ഇവിടെ ഇലക്ഷന്റെ സമയം കഴിഞ്ഞപ്പോൾ മോഡിയും അമ്പലത്തിൽ വരുന്നു. പക്ഷെ മോഡി അമ്പലത്തിൽ വന്നപ്പം ഹി ഹാസ് 10 ഫോട്ടോഗ്രാഫേഴ്സ്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇലക്ഷന്റെ സമയത്ത് അയാൾ എന്ത് ചെയ്യുന്നു, മോഡി എന്ത് ചെയ്യുന്നു, വിവേകാനന്ദ പാറയിൽ ധ്യാനം ഇരിക്കാൻ പോകുന്നു. ധ്യാനം ഇരിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും ധ്യാനം ഇരിക്കുക, പക്ഷെ നമ്മൾ ചുറ്റും കുറെ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഞാൻ ധ്യാനത്തിന് പോകുന്നതും മോഡി ധ്യാനത്തിന് പോകുന്നതും തമ്മിൽ മീനിങ്ങിൽ ഡിഫറൻസ് ഇല്ലേ? ഞാൻ എന്തിനായിരിക്കും ധ്യാനത്തിന് പോയത്, എനിക്ക് ഭക്തി ഉണ്ട്, പ്രാർത്ഥിക്കണം. മോഡി എന്തിനാ ധ്യാനത്തിന് പോയത്, ടു ഗെറ്റ് വോട്ട്. സോ ദ മീനിങ് ആൻഡ് മോട്ടീവ് ഓഫ് മോഡി ഗോയിങ് ഫോർ ടെമ്പിൾ ഈസ് ഡിഫറെന്റ് ആൻഡ് മീനിങ് ആൻഡ് മോട്ടീവ് ഓഫ് ഐ ആം ഗോയിങ് ടു ടെമ്പിൾ ഈസ് ഡിഫറെന്റ്. ഞാൻ എക്സാമിന് UPSC പാസ്സാവാൻ വേണ്ടി പോയതാണ്, മോഡി ഗെറ്റിംഗ് വോട്ട്. സോ രണ്ടുപേരും അമ്പലത്തിൽ പോയി, പക്ഷെ രണ്ടുപേരുടെ മീനിങ് ആൻഡ് മോട്ടീവ്സ് എന്താണ്, വേറെയാണ്. മോഡി വിൽ ടേക്ക് എ പിക്, പോസ്റ്റ് എന്ത് ചെയ്യും, ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് കമോൺ ഐ ആം യുവർ മാൻ വോട്ട് മീ അല്ലേ. സോ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, സി വൺ ഓഫ് ദ റീസൺ, വൺ തിങ് ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഹാവ് എ ഡിസ്ക്ലൈമർ. ഇവർ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, പൊളിറ്റിക്കൽ ഐഡിയോളജി, നിങ്ങൾ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ത് ചെയ്യും, സോഷ്യോളജിക്കൽ ആർട്ടിസ്റ്റ് ക്രിട്ടിസൈസ് ചെയ്യും. എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ പറയും. ബേസിക്കലി എന്താണ് ഞാൻ പറയുന്നതല്ല, സോഷ്യോളജി പഠിക്കുമ്പോൾ നമ്മൾ ഇതിനൊക്കെ ക്രിട്ടിസൈസ് ചെയ്യണം. നിങ്ങൾ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട്, റിലീജിയസ് സെന്റിമെന്റ്സ് എന്ത് ചെയ്യും, റിലീജിയനെ പറ്റി നമ്മൾ പഠിക്കണം, റിലീജിയന്റെ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളെ വിശ്വാസങ്ങൾക്കെതിരെ ചിലപ്പോൾ നമുക്ക് സംസാരിക്കേണ്ടി വരും. അതിനർത്ഥം നിങ്ങൾ വിശ്വാസി ആവണ്ടെന്നോ, നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ വിശ്വസിക്കണോ വേണ്ടെന്നുള്ളത്. പൊതുവേ സോഷ്യോളജി കഴിയുമ്പോഴേക്കും കൂടുതൽ ആളുകൾ ഏത്തിസ്റ്റ് ആയി മാറും, അതിന്റെ കുഴപ്പമില്ല. പക്ഷെ ദ തിങ് ഈസ് ദാറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാതിരിക്കുക, നിങ്ങളുടെ ഫീലിങ്സ് ഹേർട്ട് ആവാതിരിക്കുക. ഫീലിംഗ് ഹേർട്ട് ആക്കില്ല. ഞാൻ പൊളിറ്റിക്കൽ ഐഡിയോളജി നമ്മൾ BJPനെയും കുറ്റം പറയും, CPM-നെയും കുറ്റം പറയും, കോൺഗ്രസിനെയും കുറ്റം പറയും, സമയത്തിനനുസരിച്ച്. ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ അപ്പൊ എല്ലാവരെയും നമ്മൾ കുറ്റം പറയും കേട്ടോ. അപ്പൊ അത് മനസ്സിലാക്കണേ. അല്ലാതെ ഞാൻ ഇനിയിപ്പോ നിങ്ങളെ വികാരം വ്രണപ്പെടുത്തി എന്നൊന്നും നിങ്ങൾ പറയരുത്. അപ്പം ഇവിടെ സ്വാഭാവികമായിട്ടും നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു കല്യാണം കഴിച്ചു, ഇവനെന്തിനാ കല്യാണം കഴിച്ചത്, നേഴ്സിനെ കല്യാണം കഴിച്ച് ജർമ്മനിയിൽ പോവാൻ. അമ്പലത്തിൽ പോയി എന്തിനായിരുന്നു, എനിക്ക് എക്സാം പാസ്സാവാൻ, അല്ലെ മോഡിക്ക് എന്ത് ചെയ്യണം, ഇലക്ഷനിൽ ജയിക്കണം. ഇവിടെ ഇൻഡിവിജ്വൽസിന്റെ മീനിങ് ആൻഡ് മോട്ടീവ്സ് ഡിഫറെന്റ് അല്ലേ. അപ്പൊ ഒരു വിഭാഗം സോഷ്യോളജിസ്റ്റ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിഭാഗം പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുന്നു, പീപ്പിൾ ആർ മിയർ, പീപ്പിൾ എന്താണ്, പപ്പറ്റ്സ് ആണ്, പീപ്പിൾ എന്ത് ചെയ്യുന്നില്ല, ഒന്നും ഡിസിഷൻ എടുക്കുന്നില്ല, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് പറയുന്നു ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിനനുസരിച്ചാണ് ഗവേൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ. പക്ഷെ വേറൊരു വിഭാഗം പറയുന്നത് പീപ്പിൾ എന്തല്ല, നോട്ട് പപ്പറ്റ്, ദേ ആർ ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്, ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുന്നത്, സൊസൈറ്റിയിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ആക്റ്റീവായിട്ട് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഈ രണ്ട് വിഭാഗമാണ് ബേസിക്കലി സോഷ്യോളജി എന്ന് പറയുന്നത്. ഒരു സെറ്റ് ഓഫ് തിയറി പഠിപ്പിക്കുന്ന ആളുകൾ പറയും, മക്കളെ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഇമ്പോർട്ടന്റ്, ബാക്കിയുള്ള ആളുകളും നിയർ പപ്പറ്റ് ആണ്. മറ്റൊരു പറയും അല്ലല്ല, ഇവർ സ്വയം എന്ത് ചെയ്യുന്നുണ്ട്, തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ഈ തീരുമാനങ്ങളുടെ റിഫ്ലക്ഷൻ ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ബേസിക് എന്റെ സോഷ്യോളജി എന്ന് പറയുന്നത് നമുക്കൊരു 6 തിങ്കേഴ്സ് ഉണ്ട്. അതിലെന്ത് ചെയ്യുന്നു, ബേസിക്കലി ഒരു 2 തിങ്കേഴ്സ് നമുക്ക് പഠിക്കാനുള്ളത് ഏകദേശം ഈ ഭാഗത്ത് വരും, 2 തിങ്കേഴ്സ് 3 തിങ്കേഴ്സോളം ഇവിടെ വരും. ഒരാൾ ഇതിനൊന്ന് ബാലൻസ് ചെയ്യും. ഇതിന്റെ ഒരു 2 ഉണ്ട് ബേസിക്കലി. അപ്പൊ ഇത്രയേ ഉള്ളൂ സോഷ്യോളജി എന്ന് പറയുന്നത്. ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യോളജി എന്ന് പറയുന്നത്. ഈ സോഷ്യോളജി പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കി കഴിഞ്ഞാൽ,
നമ്മൾ എല്ലാത്തിന്റെയും സോഷ്യൽ ഇഷ്യൂസ് ആണ് പഠിക്കുക. ഒരു ഇൻഡിവിജ്വലിന്റെ പ്രോബ്ലത്തെക്കാട്ടും നമ്മൾ സോഷ്യൽ ഇഷ്യൂസിനെ പറ്റിയാണ് പഠിക്കുക. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പം നിങ്ങളൊരു സുഹൃത്ത് ജോലി ചെയ്യായിരുന്നു, ഫൈനലി ഇപ്പം പറഞ്ഞു എന്ത് ചെയ്തു, ഇന്ന് വൈകുന്നേരം വിളിച്ചിട്ട് നിങ്ങളോട് പറയാണ് അവൻ എന്ത് ചെയ്തു, ജോലിയിൽ നിന്ന് ഫയർ ചെയ്തു, പറഞ്ഞു വിട്ടു എന്ന് വിചാരിക്കുക. സോ ഹി ബിക്കം അൺഎംപ്ലോയിഡ് അല്ലേ? ഒരാളെ ജോലി നഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും റീസൺസ് ഉണ്ടാവുക? നിങ്ങൾ എന്തായിരിക്കും ഫസ്റ്റ് വിചാരിക്കുക? അല്ലെങ്കിൽ അവനൊരു ഉഴപ്പന അല്ലെ, അവൻ ജോലിയിൽ മര്യാദയ്ക്ക് അവനോട് അന്നേ പറഞ്ഞാണ് നീ കൃത്യമായി ടാർഗറ്റ് അച്ചീവ് ചെയ്യണം, കൃത്യമായിട്ട് അവൻ സാധനങ്ങൾ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അവന്റെ ജോലി നഷ്ടപ്പെട്ടത് അല്ലെ? അല്ല അവന്റെ സ്കില്ല് അവന് അവനോട് പണ്ടേ പറയുന്ന ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം, സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യണം, മര്യാദയ്ക്ക് പഠിക്കണം എന്ന് പറഞ്ഞാൽ സെറ്റ് ആകണമെന്ന് പറഞ്ഞാൽ ചെയ്തില്ല. അപ്പം സ്വാഭാവികമായിട്ടും ഈ ജോലി പോകാനുള്ള കാരണം കമ്പനീന്റെ ആയിരിക്കും അതോ അവന്റെ പ്രശ്നമായിരിക്കും? അവന്റെ പ്രശ്നമല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് ഇവൻ എന്താണ്, ഇവന്റെ ജോലി നഷ്ടപ്പെടാനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് കമ്പനിയിൽ അല്ല, ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവന്റെ പ്രശ്നമായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നെക്സ്റ്റ് ഡേ മോർണിംഗ് വെൻ യു ടേക്ക് ദ ന്യൂസ് പേപ്പർ യു സോ ദാറ്റ് ഇൻ ഇന്ത്യ അറൌണ്ട് ഫോർ എക്സാമ്പിൾ 20,000 പീപ്പിൾ ലോസ് ജോബ് എന്ന് കണ്ടു. ഇപ്പം ഇത് ഇവന്റെ പ്രശ്നമാണോ? ആരുടെ പ്രശ്നമാണ്? സിസ്റ്റത്തിന്റെ പ്രശ്നമല്ലേ? സോ എൻ്റയർ ക്യാപിറ്റലിസം, ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ലേ ഓഫിന്റെ സമയമാണ് അല്ലെ? നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പം. അപ്പൊ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാകുമ്പം ഇപ്പം ബേസിക്കലി ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ആണ് എന്തെന്ന് പറയുന്നത്, കമ്പനി നടത്തുന്ന മുതലാളിമാർ അല്ലെ, ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്. ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ബേസിക്കലി ബൂർഷ്വാസികൾ, അതേപോലെ തന്നെ പ്രോലറ്റേറിയൻസ് ഉണ്ട്. പ്രോലറ്റേറിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസ്. ഓക്കെ, സോ ക്യാപിറ്റലിന്റെ ക്ലാസ്സും പ്രോലറ്റേറിയൻസിന്റെ ഇൻട്രസ്റ്റും തമ്മിൽ എപ്പോഴും എന്താണ്, ഡിഫറെന്റ് ആണ്. ക്യാപിറ്റലിസ്റ്റ് എന്ത് വേണം, കൂടുതൽ പ്രോഫിറ്റ് വേണം. ദേ വാണ്ടഡ് പ്രോഫിറ്റ് അല്ലെ, പ്രോഫിറ്റ് കൂട്ടണം. പ്രോഫിറ്റ് കൂട്ടണമെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യണം, വേജസ് കുറയ്ക്കണം. കൂടുതൽ സാലറി കൊടുത്തു കഴിഞ്ഞാൽ പ്രോഫിറ്റ് കൂട്ടുമോ? വേജസ് കുറയ്ക്കണം. വേജസ് കുറയ്ക്കാൻ വേണ്ടി ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബേസിക്കലി കൂടുതൽ കുറച്ച് എംപ്ലോയീസിനെ എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ടെക്നോളജി അഡോപ്റ്റ് ചെയ്താൽ പോരെ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ബാങ്കിനെ സംബന്ധിച്ചോളം പണ്ട് ബാങ്കിൽ ഒരു ക്യാഷ്യർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു 3-4 ക്യാഷ്യർമാരുണ്ടാവും. ഇപ്പോഴും ഉണ്ട്, പക്ഷെ ഇപ്പോൾ ഒരാളെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ 3-4 പേര് എന്ത് ചെയ്യുന്നുണ്ടാവും, ക്യാഷ് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം, ബാങ്കിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യണം, വിഡ്രോ ചെയ്യണം, ബാങ്കിൽ പോയി ക്യൂ നിൽക്കണം. അപ്പൊ കുറെ എംപ്ലോയീസിന് വേണം. അപ്പം പ്രോഫിറ്റ് എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പൊ കമ്പനിക്ക് എന്ത് ചെയ്യണം, പ്രോഫിറ്റ് കൂട്ടണം. ഇവരെന്ത് ചെയ്തു, ദേ ഇൻട്രൊഡ്യൂസ് ടെക്നോളജി known as ATM. ATM will do the same job of a cashier. അല്ലെങ്കിൽ ഒരു 20 ക്യാഷ്യർ ചെയ്യുന്ന ജോബ് ഒരു ഒറ്റ ATM ചെയ്യും. That to 24/7. നോ ലഞ്ച് ബ്രേക്ക്, നോ ടീ ബ്രേക്ക് ആൻഡ് നോ ടൈം ലിമിറ്റ്, ഒന്നുമില്ല. 24/7 എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ഒരേ ക്യാഷ്യറേ ഉണ്ടാവുള്ളൂ. ഒരുപാട് ക്യാഷിന്റെ ആവശ്യമില്ല. അവിടെ വലിയ തിരക്കില്ല. കാരണം പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ CDM മെഷീനിൽ പോയാൽ മതി, പൈസ എടുക്കാൻ ATM പോയാൽ മതി, ക്യാഷിന്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പം നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കുമ്പോൾ ക്യാപിറ്റലിസ്റ്റിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് കൂട്ടുക, എംപ്ലോയീസിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ വേജസ് കിട്ടുക. ഇത് രണ്ടും മാച്ചിങ് ആണോ? കൂടുതൽ വേജസ് മേടിച്ചു കഴിഞ്ഞാൽ പ്രോഫിറ്റ് കുറയും. അപ്പൊ ഇവരെന്ത് ചെയ്യും, വേജസ് കുറയ്ക്കാൻ നോക്കും, അപ്പൊ പ്രോഫിറ്റ് കൂടും. ഓക്കെ, സ്വാഭാവികമായിട്ടും ഇത് ഒരാളുടെ ജോലി നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റിന്റെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള തന്ത്രമല്ലേ? ഫോർ എക്സാമ്പിൾ എന്ത് ചെയ്യുന്നു, ഇപ്പം US താരിഫ് ക്രൈസിസ് വരുന്നു. US എന്ത് ചെയ്യുന്നു, താരിഫ് ഇൻക്രീസ് ചെയ്തു. കമ്പനി ലാഭം, കമ്പനിക്ക് ലാഭം എന്ത് ചെയ്യും, കുറയില്ലേ? ബേസിക്കലി US ട്രേഡ് കുറയുമ്പോൾ പ്രോഫിറ്റ് കുറയും. ഈ പ്രോഫിറ്റ് കുറയുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ, ഇവർക്ക് ഈ ഫാക്ടറിയിൽ മേടിച്ചു വെച്ച ടെക്നോളജീസ് വിൽക്കാൻ പറ്റുമോ? വിറ്റാലും വില കിട്ടില്ല, ഇവർക്ക് പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യണം. സോ ഇമ്മീഡിയറ്റ് സോഴ്സ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഒരു ഓപ്ഷൻ ഫോർ ഇൻക്രീസിങ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി, എംപ്ലോയീസിന് എന്ത് ചെയ്താൽ മതി, കുറയ്ക്കുക എന്നുള്ളത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നാളെ തൊട്ട് 5 പേരോട് വരണ്ട. പ്രോഫിറ്റ് വരുമ്പോൾ എന്ത് ചെയ്യാം, ഹയർ ചെയ്താൽ മതി. സോ വെൻ യു സീ ഇഫ് one person is losing employment, it is a problem of the individual. But a group of people is losing employment, it is not an individual problem, it is a social issue. അപ്പൊ ഒരാൾക്ക് ജോലി കിട്ടുന്നില്ല. ഇപ്പൊ കേരളത്തിലെ ആളുകൾക്ക് ജോലി കിട്ടുന്നില്ല. ബേസിക്കലി 36% കേരളത്തിലെ അൺഎംപ്ലോയ്മെന്റ്. ഇത് കേരളത്തിലെ യൂത്തിന്റെ പ്രോബ്ലം ആണോ? അല്ല. നമ്മളോട് വീട്ടുകാർ പറയും, നാട്ടുകാർ പറയും, എന്താ ജോലി ആവാത്തെ. നമ്മളൊരു മണ്ടനാണ്, ഇവന് ജോലി ആവില്ല, ഇവനൊരു പൊട്ടനാണ്, ഇവൻ മര്യാദയ്ക്ക് പഠിച്ചില്ല, അങ്ങനെയെന്ന് പറഞ്ഞാൽ വീട്ടുകാരും നാട്ടുകാരും നമ്മളെ കുറ്റപ്പെടുത്തും. ഇറ്റ് ഈസ് നോട്ട് ആക്ച്വലി അവർ പ്രോബ്ലം, ഇറ്റ് ഈസ് ദ പ്രോബ്ലം ഓഫ് ദ സിസ്റ്റം ദാറ്റ് വി ആർ നോട്ട് ഗെറ്റിംഗ് എംപ്ലോയ്മെന്റ്. എന്ത് ചെയ്യുന്നില്ല, കൃത്യമായുള്ള എംപ്ലോയ്മെന്റ് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രോബ്ലം. കൃത്യമായുള്ള എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തേനെ, ജോലി കിട്ടിയേനെ. സോ നമ്മൾ സോഷ്യോളജി പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇൻഡിവിജ്വൽ ട്രബിളായി കാണുന്ന സാധനങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ എന്തായിട്ട് കാണാൻ നോക്കും, ഒരു പബ്ലിക് ഇഷ്യൂ ആയിട്ടായിരിക്കും നമ്മൾ
കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സൂയിസൈഡ്, ഒരാൾ സൂയിസൈഡ്, നിങ്ങൾ മേ ബി നിങ്ങളോട് ഇപ്പൊ ചെയ്യാതിരിക്കട്ടെ, നിങ്ങളൊരു ഫ്രണ്ട് എന്ത് ചെയ്യുന്നു, ഒരു ദിവസം നിങ്ങൾ അറിഞ്ഞു നിങ്ങളുടെ ഫ്രണ്ട് സൂയിസൈഡ് ചെയ്തു എന്ന് നിങ്ങൾ അറിയുന്നു. എന്തുകൊണ്ടായിരിക്കും സൂയിസൈഡ് ചെയ്തിട്ടുണ്ടാവുക? എന്തൊക്കെ റീസൺസ് ഉണ്ടാവും? നിങ്ങളൊരു ഫ്രണ്ട് മാത്രമായിട്ട്, നിങ്ങൾ സോഷ്യോളജിക്കലായിട്ടൊന്നും നിൽക്കണ്ട, നിങ്ങളൊരു ഫ്രണ്ട് സൂയിസൈഡ് ചെയ്യുമ്പോൾ റീസൺസ് എന്തായിരിക്കും? ഫസ്റ്റ് തിങ് ഈസ് ലവ് ഫെയിലിയർ ആവാം. ഓക്കെ, ലവ് ഫെയിലിയർ ഇസ് കോമൺ ഇഷ്യൂ. ഓക്കെ, ടോക്സിക് സ്ട്രെസ് ആവും, വർക്കിലെ സ്ട്രെസ്, പിന്നെ ഫിനാൻഷ്യൽ ബേർഡൻ, ട്രബിൾ ആവാം, പിന്നെ സോ ബേസിക്കലി ഇതെല്ലാം ഫാമിലി പ്രോബ്ലം ആയിരിക്കാം, സൈക്കോളജിക്കൽ ഡിപ്രഷൻ ആവാം, ഇതിന്റെ ഭാഗമായിട്ട് ആളുകൾ സൂയിസൈഡ് ചെയ്യാം. ഇതെല്ലാം ഒരാളുടെ ഇൻഡിവിജ്വൽ പ്രോബ്ലം അല്ലേ? ഇപ്പൊ ലവ് ഫെയിലിയർ എന്ന് പറയുന്നത് ഒരു കോമൺ പ്രോബ്ലം അല്ലല്ലോ, അതൊരു ഇൻഡിവിജ്വൽ പ്രോബ്ലം അല്ലേ? അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ പ്രോബ്ലം ആണ്, ഒരു കോമൺ പ്രോബ്ലം അല്ല. പക്ഷെ നെക്സ്റ്റ് ഡേ വെൻ യു ടേക്ക് ദ WHO റിപ്പോർട്ട്, ഇറ്റ് സേസ് ദാറ്റ് പെർ ഇയർ there are 8 million people എന്ത് ചെയ്യുന്നുണ്ട്, വേൾഡിൽ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. How come like 8 million people will be having problems? That too individual problem. And every year in India, there are 30 students suicide. How 30 students? Kota is known as the suicide capital of India. Kota, Rajasthan is known as the suicide capital of India. Many IIT and NITs are doing suicide. Recently, one boy, after clearing NEET rank, ഒരു നീറ്റ് കിട്ടിയ ഒരു കുട്ടി നീറ്റിൽ റാങ്ക് കിട്ടി, ആൻഡ് ഹി ഡോണ്ട് വാണ്ടഡ് ടു ബിക്കം ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്ത് ചെയ്തു, സൂയിസൈഡ് ചെയ്തു. സോ ആക്ച്വലി ഇയാൾക്ക് ഡോക്ടർ ആവണ്ടെന്നുള്ള, അപ്പൊ ഇയാളുടെ താല്പര്യത്തിനല്ല നീറ്റ് പോയിട്ടുള്ളത്, അപ്പൊ ഡോക്ടർ ആവണ്ടെന്ന് പറഞ്ഞ് സൂയിസൈഡ് ചെയ്തു. ഒരുപാട് കുട്ടികൾ പ്രഷറായിട്ട് ഇരുന്നു അല്ലെ? രോഹിത് വെർമൂല ഇൻ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഡിഡ് സൂയിസൈഡ് അല്ലെ? കാസ്റ്റ് സ്ട്രബിൾ എന്ന് പറഞ്ഞിട്ട് സൂയിസൈഡ് ചെയ്തു അല്ലെ? സുശാന്ത് സിംഗ് രാജ്പൂത് സൂയിസൈഡ് ചെയ്തു. വൈ സൂയിസൈഡിങ് ദിസ്? Now, do you think that this is actually an individual problem? ഇപ്പൊ സുശാന്ത് സിംഗ് രാജ്പൂത്തിന്റെ മാത്രമല്ല, സുശാന്ത് സിംഗ് രാജ്പൂത്ത് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുമ്പോൾ, സുശാന്ത് സിംഗ് രാജ്പൂത്ത് എന്തിനു സൂയിസൈഡ് ചെയ്യണം? അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇല്ലാന്നിട്ടാണോ? പൈസ ഇല്ലേ? ഫെയിം ഇല്ലേ? അയാൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ? Then why did he suicide? പേഴ്സണൽ ഇഷ്യൂസ് ആയിരിക്കുമോ? പേഴ്സണൽ ഇഷ്യൂസ് ആണെങ്കിൽ 8 മില്യൺ ആളുകൾ സൂയിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാ? സോ ഇറ്റ് ഈസ് നോ മോർ എ പേഴ്സണൽ ഇഷ്യൂ. It is a social issue. That is why people are doing suicide. അല്ലാതെ ഒരു ഇൻഡിവിജ്വൽ ട്രബിൾ കൊണ്ടല്ല എന്ത് ചെയ്യുന്നത്, ആളുകൾ സൂയിസൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. ഇപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരാള്, നിങ്ങൾ നോക്കിയേ, ഒരാള് മാരീഡ് പേഴ്സണും ഉണ്ട്, അൺമാരീഡ് സിംഗിൾ ആയുള്ള ആളുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്യാനുള്ള ആള് ആരായിരിക്കും? മാരീഡ് ആണോ സിംഗിൾ ആണോ സൂയിസൈഡ് ചെയ്യുക? കല്യാണം കഴിച്ചവർക്ക് വേറെ അഭിപ്രായമായിരിക്കും, സിംഗിൾ ആയവർക്ക് വേറെ അഭിപ്രായമായിരിക്കും അല്ലെ? ബേസിക്കലി ഡാറ്റ എടുത്ത് നോക്കുവാണെങ്കിൽ സിംഗിൾ ആയിരിക്കും സൂയിസൈഡ് ചെയ്യുക, മാരീഡ് ആണോ കൂടുതൽ സൂയിസൈഡ് ചെയ്യുക? മാരീഡ് ഓൺലൈൻ എന്താ അഭിപ്രായം? സിംഗിൾ ആയിരിക്കും മാരീഡ് ആയിരിക്കും? ഇവർ ഓഫ്ലൈനായിട്ട് എല്ലാരും പറയുന്നു മാരീഡ് ആണ്. മാരീഡാ? ഓക്കെ, ആർക്കും വിരോധ അഭിപ്രായം ഒന്നുമില്ല. സിംഗിൾ ആണെന്നുള്ള അഭിപ്രായം ആരെങ്കിലും ഉണ്ടോ? സിംഗിൾ പീപ്പിൾ ആണ് കൂടുതൽ സൂയിസൈഡ് ചെയ്യാന്ന്. So when you take data, Sushant Singh Rajput married ആയിരുന്നു, അൺമാരീഡ് ആയിരുന്നു? അൺമാരീഡ്. മാരീഡ് പീപ്പിൾ അല്ലേ കൂടുതൽ സൂയിസൈഡ് ചെയ്യുക. ബട്ട് വെൻ യു ആക്ച്വലി ടേക്ക് ദ ഡാറ്റ, സിംഗിൾ ആളുകളാണ് കൂടുതൽ എന്ത് ചെയ്യുക, സൂയിസൈഡ് ചെയ്യുക. മാരീഡ് ആയ ആളുകൾ കമ്പാരിറ്റീവ്ലി സിംഗിളിനെക്കാട്ടും എന്താണ്, മാരീഡ് ആയ ആളുകൾ സൂയിസൈഡ് കുറവായിരിക്കും. മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ സൂയിസൈഡ് കുറയും. അതെന്തായിരിക്കും റീസൺ? കല്യാണം കഴിച്ചാലേ അറിയാൻ പറ്റുള്ളൂ അല്ലേ? സിംഗിൾ ആള് മാരീഡ് ആയ ആളെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കിയേ. ബേസിക്കലി സിംഗിൾ ആയ ഒരാൾ ഒരു ഫിനാൻഷ്യൽ ട്രബിൾ വന്നു, ഇയാളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ഓട്ടോമാറ്റിക്കലി ഹി തിങ്ക് ദാറ്റ് ദെയർ ഇസ് നോ വേ. സപ്പോസ് മാരീഡ് ആയ ഒരാള്, ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കും, ഞാൻ എനിക്ക് ജോലിക്ക് പോയി, എന്റെ ജോലി ഇന്ന് നഷ്ടപ്പെട്ടു, ഐ വാസ് ഡിപ്രസ്ഡ്. ബട്ട് ഐ നോ ദാറ്റ് ദെർ ആർ പീപ്പിൾ ഡിപ്പെൻഡഡ് ഓൺ മീ. മൈ വൈഫ് ഈസ് ദെയർ അറ്റ് ഹോം, മൈ ചിൽഡ്രൻ ആർ ദെയർ. ഞാൻ വീട്ടിൽ പോയിട്ട് എന്റെ ജോലി പോയി എന്ന് പറയുമ്പോൾ എന്റെ ഭാര്യ എന്നോട് എന്ത് പറയും? സാരമില്ല, പോട്ടെ, നമുക്ക് വേറെ ജോലി നോക്കാം. നമ്മളിൽ എന്റെ സ്വർണ്ണമൊക്കെ ഉണ്ടല്ലോ, കുറച്ച് സ്വർണ്ണം നമുക്ക് പണയം വെച്ചാൽ നമുക്ക് വേറെ സെറ്റപ്പ് പരിപാടി തുടങ്ങാം അല്ലെ? അല്ല അച്ഛനമ്മ മക്കൾ പറയും കുഴപ്പമില്ല അച്ഛൻ, നമുക്ക് സെറ്റ്, ഞാനും സഹായിക്കാം. സോ യു ഫീൽ മോർ കംഫർട്ടബിൾ ആൻഡ് മോർ ഇന്റഗ്രേറ്റഡ് ടു ദ ഫാമിലി. ഇൻഡിവിജ്വൽ ആയി നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ശോകം, നോബഡി ഈസ് ദെയർ അല്ലെ? സിംഗിൾ അൺമാരീഡ് ആയ സംബന്ധിച്ചോ ഒരാളും അവിടെ മിണ്ടാനോ പറയാനോ ഒന്നുമില്ല. അപ്പൊ ഈ ഡിപ്രഷൻ എന്ത് ചെയ്യും? കൂടുതൽ കൂടും. അപ്പൊ കൂടുതൽ സ്റ്റഡീസ് പറയുന്നത് സിംഗിളിനെക്കാട്ടും കൂടുതൽ ആരാണ്, അല്ല സിംഗിൾ ആണ് എന്ത് ചെയ്യുക, കൂടുതൽ സൂയിസൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി സുശാന്ത് സിംഗ് രാജ്പൂത്തിന്റെ കേസ് നോക്കാം നമുക്ക്.
സുശാന്ത് സിംഗ് രാജ്പൂത്ത് എന്ന് പറയുന്നത് ബേസിക്കലി ബോളിവുഡിലാണ് സുശാന്ത് സിംഗ് ഉള്ളത്. ഈ ബോളിവുഡിൽ 2 സെക്ഷൻ ഉണ്ട്. ഇൻസൈഡർ ബോളിവുഡും ഉണ്ട്, ഔട്ട്സൈഡറും ഉണ്ട്. ബോളിവുഡിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? There are 2 sections in Bollywood. One is insider, another is outsider. ആരാണ് ഇൻസൈഡർ? നെപ്പോക്കിഡ്. ബോളിവുഡ് നെപ്പോട്ടിസം ആണ് കംപ്ലീറ്റ്ലി. മക്കളായിരിക്കണം. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ 95% ഓഫ് ബോളിവുഡ് ആക്ടേഴ്സ്, ഡയറക്ടേഴ്സ് ആർ ഫ്രം നെപ്പോട്ടിസം. മലയാളം സിനിമ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. മലയാളത്തിലെ ആക്ടിംഗ് വിഭാഗം അത് ഈ രീതിയിൽ നോക്കി കഴിഞ്ഞാൽ കൂടുതൽ നെപ്പോ ആളുകളാണ്, നെപ്പോ കിഡ്സ് ആയിരിക്കും. അപ്പം ഇൻസൈഡർ ബോളിവുഡ് ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവരെല്ലാരും അമ്മായിന്റെ മക്കള്, അമ്മാവന്റെ മക്കള്, മരുതവന്റെ മക്കള് എല്ലാം എന്താണ് പേരക്കുട്ടികളാണ് ഈ ബോളിവുഡ് സിനിമയിൽ ഉണ്ടാവുക. ദീസ് പീപ്പിൾ ആർ ഇൻസൈഡർ. ഓക്കെ, സോ ദേ ബോൺ ഇൻ ടു ബോളിവുഡ്. ദീസ് പീപ്പിൾ കെയിം ഫ്രം ഔട്ട്സൈഡ്. They struggled to get into Bollywood, so they become part of some movie, but at no way in Bollywood they are equivalent to these people. For example, when you go to Bollywood party, these people are together, these people are outside, so they never feel like integrated to the system. അല്ലെങ്കിൽ അവരെന്ത് ബോളിവുഡിൽ അവരെന്ത് ഹോളിസ്റ്റിക് ആയിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം, ഇന്റഗ്രേറ്റഡ് സിസ്റ്റം എന്ത് ഇവർക്ക് ഫീൽ ചെയ്യില്ല. സുശാന്ത് സിംഗ് രാജ്പൂത്ത് ഇൻസൈഡർ ആയിരുന്നു, ഔട്ട്സൈഡർ ആയിരുന്നു? ഔട്ട്സൈഡർ ആയിരുന്നു. ഹി വാസ് നോട്ട് പാർട്ട് ഓഫ് ഇൻസൈഡർ. ദർ ഇസ് നോബഡി ടു സപ്പോർട്ട് ഹിം ഫ്രം ദ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ. ആരും സപ്പോർട്ട് ഇല്ല, ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് വന്നതാണ്. ഓക്കെ, സോ സ്വാഭാവികമായിട്ടും ഔട്ട്സൈഡർ ആണ്. ഇയാൾ ഇന്റഗ്രേറ്റഡ് അല്ല. ഇന്റഗ്രേറ്റഡ് അല്ലാത്തതുകൊണ്ട് തന്നെ 2 സിനിമ പൊട്ടിക്കഴിഞ്ഞാൽ ഹി വിൽ ബി ഔട്ട്. വൈ നിവിൻ പോളി ഈസ് നോട്ട് ഇൻ ദ മൂവി ആൻഡ് നോ അതർ? ഇപ്പം നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ദുൽഖർ സൽമാന്റെ സിനിമ ലൈക്ക് ആസ് എ പ്രൊഡ്യൂസർ ഇറ്റ്സ് നോട്ട്, പ്രൊഡ്യൂസറിന്റെ കാര്യം നോക്കണ്ട, ഇപ്പൊ ലോക അത് നോക്കണ്ട. അതല്ലാന്ന് മലയാളത്തിൽ ദുൽഖറിന്റെ സിനിമ ഹിറ്റ് ആയിട്ട് എത്ര കാലായി? കുറെ കാലായി. ആക്ച്വലി സിനിമ എല്ലാം നഷ്ടത്തിലും അങ്ങനെ ഹിറ്റ് ആയിട്ടില്ല. ദുൽഖർ വിൽ ബി സ്റ്റിൽ ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി. ഡു യു തിങ്ക് ദാറ്റ് ഇൻ കേസ് ഓഫ് ഫഹദ് ഫാസിൽ, കയ്യെത്തും ദൂരത്ത് ഉള്ള സിനിമയിൽ അഭിനയിക്കുന്ന ഫഹദ് ഫാസിന് പകരം വേറൊരു നടനാന്ന് വിചാരിക്കുക പുറത്തു വന്നത്, ഡു യു ഗെറ്റ് ദാറ്റ് ഹി വിൽ ഗെറ്റ് സെക്കൻഡ് ചാൻസ്? He never gets second chance. He got second chance only because of he's a son of Fasil എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. സോ ഇൻസൈഡർ there will be support factor. Outsider it's not integrated. In outsider ഇനി അതിന്റെ ഉള്ളിൽ തന്നെ there are 2 classes, married and unmarried. Again worst position, he is unmarried. സുശാന്ത് സിംഗ് മാരീഡ് ആയിരുന്നെങ്കിൽ രാത്രി പോയിട്ട് സിനിമയൊക്കെ പൊട്ടി കിട്ടുന്നില്ല, പടമൊന്നും കിട്ടുന്നില്ല, ഭാര്യ പറയും നമുക്ക് വേറെ സെറ്റപ്പ് എടുക്കാം, യൂട്യൂബിൽ അഭിനയിച്ചു നോക്കാം. പക്ഷെ ഇവിടെ നോക്കുമ്പോ എന്താണ്, അഗൈൻ ഹി ഈസ് എ സിംഗിൾ. സോ മോസ്റ്റ്ലി എന്തായിരിക്കും, സൂയിസൈഡ് ഈസ് ഹൈ പ്രോബബിലിറ്റി. സോ സൂയിസൈഡ് ഈസ് നോ മോർ ആൻ ഇൻഡിവിജ്വൽ ഇഷ്യൂ. Suicide is a social issue because every year, for example, every year in India, there are a lot of students are doing suicide. Do you think that this is just an individual issue? It's the issue of the system. Why it is an issue? Many lower caste students are doing suicide. Like Rohit Vermula, it's only one case. There are cases which is not being widely discussed in the media, right? But suicide ennu parayunna endana basically, it's not a individual problem. It is a social problem. എന്ന് നമ്മൾ കാണുമ്പോഴാണ് നമ്മളൊരു സോഷ്യോളജിസ്റ്റ് ആയി മാറുന്നത്. വാട്ട് എവർ യു സീ ഇൻഡിവിജ്വൽ ട്രബിൾ ഈസ് എ സോഷ്യൽ ട്രബിൾ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന പോയിന്റോട് കൂടി നിങ്ങൾ എന്തായി മാറി, ഒരു സോഷ്യോളജിസ്റ്റ് ആയി മാറുകയാണ്. സോഷ്യോളജിസ്റ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഘടകം എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഇഷ്യൂസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സോഷ്യൽ പ്രോബ്ലം ആയി കാണുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്ന ഫ്രണ്ട്സ് ഒക്കെ ഡിവോഴ്സ് ആയോ? ആയില്ലേ? നൗ ഇഫ് യു ലുക്ക് അറ്റ് ദി സൊസൈറ്റി നോക്കുകയാണെങ്കിൽ ഡിവോഴ്സ് റേറ്റ് ആർ ഇൻക്രീസിങ്. ഓക്കെ, ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിവോഴ്സിന്റെ റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു കമ്മ്യൂണിറ്റി, നിങ്ങളൊരു 28+ ഉള്ള ഒരാളാണെങ്കിൽ കൂട്ടത്തിലുള്ള ആളുകൾ എന്തായാലും കല്യാണം കഴിച്ചിട്ടുണ്ടാവും. 28 കുറെ പേര് ഡിവോഴ്സ് ആയിട്ടുണ്ടാവും. നൗ യു നോ പണ്ട് ഡിവോഴ്സ് ആയ ആളുകളെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് കുറെ ഡിവോഴ്സുകളെ കാണാൻ പറ്റും. കുറെ പേര് ഡിവോഴ്സ് ചെയ്യുന്നുണ്ട്. കുറെ കോമൺ ആണ്, വളരെ കോമൺ ആയി മാറിയിരിക്കുന്നു. വൈ ദർ ഈസ് എൻ ഇൻക്രീസ് ഇൻ ഡിവോഴ്സ്? ഫസ്റ്റ് യു തിങ്ക് ദാറ്റ് വെൻ യുവർ ഫ്രണ്ട്സ് എന്ത് ചെയ്യുന്നു, ഡിവോഴ്സ് ചെയ്യുമ്പോൾ യു വാട്ട് വിൽ ബി ദ പ്രോബ്ലം? എന്തുകൊണ്ടായിരിക്കും ഡിവോഴ്സ് ആയിട്ടുണ്ടാവുക? എന്തുകൊണ്ടായിരിക്കും? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഈഗോ ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെയോ ഈഗോ ഇഷ്യൂസ് ആണ് മേജർ ആയിട്ട് നമ്മൾ പറയില്ല. മറ്റയാൾ പറയുന്ന അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല, മറ്റേ ഇയാൾ പറയുന്ന അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല, ഈഗോ ഇഷ്യൂ ആണ്. ഇൻഡിവിജ്വൽ പ്രോബ്ലം അല്ലേ? ഒരാൾ സൂയിസൈഡ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ പ്രോബ്ലം ആവാം. ശരി, ഡിവോഴ്സ് ചെയ്യുന്നത് സോഷ്യൽ ഇൻഡിവിജ്വൽ പ്രോബ്ലം ആയിരിക്കാം. പക്ഷേ കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ ഈസ് ആൻ ഇൻക്രീസിങ് ട്രെൻഡ് ഓഫ് സൂയിസൈഡ്. അപ്പൊ അതൊരു ഇൻഡിവിജ്വൽ പ്രോബ്ലം ആയിരിക്കുമോ? ആയിരിക്കില്ല, വേറെ എന്തോ ഇഷ്യൂ ഉണ്ട് അവിടെ. അപ്പം എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ കൂടുതൽ ആളുകൾ സൂയിസൈഡ് ചെയ്യാനുള്ള കാരണം, ഡിവോഴ്സ് ചെയ്യാനുള്ള കാരണം?
ഡിവോഴ്സിലെ സൂയിസൈഡ് വൈ കിടക്കുന്നത് ഡിവോഴ്സ് ചെയ്യാനുള്ള കാരണം വൈ പീപ്പിൾ ആർ ഡൂയിങ് ഡിവോഴ്സ്. എന്തുകൊണ്ടായിരിക്കും ഡിവോഴ്സ് ചെയ്യുന്നത്? സോഷ്യൽ കണ്ടീഷൻ. ഇതിന് മുന്നത്തെ നമ്മളെ പാരന്റ്സിന്റെ ജനറേഷൻ നോക്കുവാണെങ്കിൽ ഈ സൊസൈറ്റി സെറ്റപ്പില് നമ്മുടെ അമ്മമാരും അച്ഛന്മാരും ഒന്നും അങ്ങനെ ഡിവോഴ്സ് ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പൊ ഭയങ്കര ഡിവോഴ്സ് ആണ്. മിക്ക ഫാമിലിയിലും എന്തായാലും ഒരാളെങ്കിലും ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടാവും. മീൻസ് ഫാമിലി എന്ന് വെച്ചാൽ അച്ഛനമ്മ ആ ഒരു കുടുംബം, നമ്മുടെ കുടുംബത്തിനുള്ളിൽ ഒരാളെങ്കിലും നിങ്ങൾക്ക് ഡിവോഴ്സ് ചെയ്ത് അറിയാൻ പറ്റുമായിരിക്കും. ഇപ്പൊ ഇപ്പോഴും അങ്ങനെ സപ്പോർട്ട് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴും കൂടുതൽ ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. കുറച്ച് പാരന്റ്സ് ഒക്കെയാണ് ഇപ്പോഴും വീണ്ടും സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാലും ഡിവോഴ്സിന് മുന്നേ പോകുമ്പോഴേക്കും വീട്ടുകാർ ആദ്യം സമ്മതിക്കൊന്നുമില്ല. എല്ലാവരും മാക്സിമം സെറ്റാക്ക്, നമുക്ക് പറയാം, സംസാരിക്കാം, അതാണ് പൊതുവെ ചെയ്യാം. ഇതിനെപ്പറ്റി അവയർനെസ് കൂടുന്നു. അങ്ങനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ ഒരു രസമുണ്ട്. 2 ഇൻസ്റ്റാഗ്രാം റീൽസ് എടുക്കാം. റിവേഴ്സിനെ വെൽക്കം ചെയ്തു. ഓൺലൈൻ എന്തുകൊണ്ടാണ് ഡിവോഴ്സ് കൂടാനുള്ള കാരണം? നിങ്ങൾക്ക് ഓൺലൈൻകാർക്ക് എപ്പോ വേണമെങ്കിലും സംസാരിക്കാം കേട്ടോ, ഞാൻ ചോദിക്കണമെന്നില്ല, നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. എന്തുകൊണ്ടായിരിക്കും ഡിവോഴ്സ് കൂടുന്നത്? നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ആരുമില്ലേ? ആര്യെ, എന്താണ് ഡിവോഴ്സ് കൂടാൻ കാരണം? കാവേരി പറഞ്ഞോ. ഐഡിയോളജി മാച്ചിങ് ആയിരിക്കില്ല. ഓക്കെ, അതൊക്കെ ഇൻഡിവിജ്വൽ പ്രോബ്ലം ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഇൻഡിവിജ്വൽ പ്രോബ്ലം അല്ല. കാരണം കുറെ പേര് സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. മാരേജ് വന്നിട്ട് ഡിവോഴ്സ് ആകുന്നത് കാണുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി അറേഞ്ച് മാരേജിനെക്കാളും ഡിവോഴ്സ് മാരേജ് കൂടുതൽ ഡിവോഴ്സ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. അറേഞ്ച് മാരേജിനെക്കാട്ടും കൂടുതൽ ഡിവോഴ്സ് മാരേജ് എന്ന് പറഞ്ഞാൽ അതെ ലവ് മാരേജ്. ലവ് മാരേജിലാണ് ഡിവോഴ്സ് കൂടുതൽ എന്ന് പറയുന്നു. ഓക്കെ, അത് കൂടുതലും ലവ് മാരേജിൽ ഡിവോഴ്സ് കാണാൻ പറ്റും. അതിനൊരു റീസൺ ഉണ്ട്. വിൽ ലുക്ക് അറ്റ് ഇറ്റ് ദാറ്റ്. ബട്ട് ദർ ഇസ് എ ഡിവോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നു. വെദർ ഇറ്റ് ഈസ് മീൻസ് അറേഞ്ച് മാരേജ് ആയിക്കോട്ടെ. ബേസിക്കലി അറേഞ്ച് മാരേജിൽ ലവ് മാരേജ് എന്ന് പറയുന്ന സാധനം ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഔട്ട്സൈഡ് ഓൺലി മാരേജ് വിച്ച് ഹാപ്പൻ വിത്ത് ലവ്. India there are 2 classes of marriage, one out of love, one not out of love. There is this modern way. In India there is something called arranged marriage. In US and all, if you go to say that it is arranged marriage and mine is love marriage, every marriage should happen with love only, no? But India and angale I will fix a person, you marry, then you become in love. And in India is marriage is licensed to do whatever nonsense you wanted to do. Till then don't do anything. കല്യാണം കഴിച്ചിട്ട് എന്തു വായിക്കാം, അതിന് മുന്നേ എന്തെങ്കിലും ചെയ്താ. അമ്മ ഞാൻ ടൂർ പോയിക്കോട്ടെ കല്യാണം കഴിച്ചതിന് ശേഷം. ഓക്കെ, സോ വിൽ കം ടു ദ ടോപ്പിക്. ദ തിങ് ഈസ് ദാറ്റ് ബേസിക്കലി എന്തുകൊണ്ടാണ് ഡിവോഴ്സ് റേറ്റ് കൂടുന്നതിന് വൺ ഓഫ് ദ റീസൺ ഈസ് ദാറ്റ് ദർ ഈസ് ഇൻക്രീസ് ഇൻ ട്രെൻഡ് ഓഫ് ഫെമിനിസം. ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ ട്രെൻഡ് ഓഫ് ഫെമിനിസം വിച്ച് എഡ്യൂക്കേറ്റ് വിമൻ that they are independent and which educate women that there is a need for financial independence. പണ്ടത്തെ വിമണും ഇപ്പത്തെ വിമണും തമ്മിൽ ഏറ്റവും വലിയ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ വിമൺ ആർ നോട്ട് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ്. ദേ മൈറ്റ് ഹാവ് ജോബ്, ഫോർ എക്സാമ്പിൾ ടീച്ചേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോബ് അവർക്ക് ഉണ്ടാവും. ബട്ട് എല്ലാ മാസവും അവരുടെ ശമ്പളം അവർ ആർക്ക് കൊടുക്കും? ഹസ്ബൻഡിന് കൊടുക്കും. എന്നിട്ട് ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് എന്നും ഓട്ടോയ്ക്ക് പോകാനുള്ള വണ്ടീന്റെ പൈസ ഇവര് തിരിച്ചു മേടിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യലി മാനേജ് ചെയ്യുന്നത് അമ്മയായിരിക്കില്ല, അച്ഛനായിരിക്കും കൂടുതൽ സാധനങ്ങളിൽ. അച്ഛന്റെ ഡിസിഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും, അല്ലെ? പക്ഷേ ഈ മോഡേൺ സൊസൈറ്റിയിലേക്ക് വരുന്ന സമയത്ത് ആഫ്റ്റർ ദ ഫെമിനിസം വെൻ വിമൻ ആർ മോർ അവെയർ അബൌട്ട് ദെയർ റൈറ്റ്സ്, ദേ സ്റ്റാർട്ടഡ് റീക്ലെയിമിംഗ് ദെയർ റൈറ്റ്സ്. അവർക്കും ഇൻഡിപെൻഡൻസ് ഉണ്ട്, അവർക്കും അവരുടേതായിട്ടുള്ള വ്യൂ പോയിന്റ് ഉണ്ടെന്ന് അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ക്ലെയിം ചെയ്യാൻ തുടങ്ങി ആഫ്റ്റർ ഫെമിനിസം. സോ ഫെമിനിസം വന്ന സമയത്ത് വിമൻ എന്ത് ചെയ്തു? ബിക്കം ഗെറ്റിംഗ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ്. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദർ വിൽ ബി ചോയ്സസ്, അല്ലെ? പണ്ട് ഈ വിമണിനെ സംബന്ധിച്ചോളം പണ്ടത്തെ സൊസൈറ്റിയിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നമില്ല എന്നാണ് വിചാരം. പല കമ്മ്യൂണിറ്റിയിലും പല സൊസൈറ്റിയിലും അച്ഛനും അമ്മയും ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പല റൂമുകളിൽ താമസിക്കുന്ന വീടുകളുണ്ട്. നമ്മൾ പുറത്ത് കാണുന്നില്ല എന്നേ ഉള്ളൂ. ഒരുപാട് വീടുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ തമ്മിൽ സെപ്പറേറ്റഡ് ആയിരിക്കും ഉള്ളുകൊണ്ട്. ഓക്കെ, പക്ഷേ സിൻസ് ഷീസ് ഡിപ്പെൻഡന്റ് ഓൺ ദിസ് പേഴ്സൺ ഷീ കാൻ മൂവ് ഔട്ട് ആൻഡ് ദർ ഇസ് നോബഡി ടു സപ്പോർട്ട്. എഡ്യൂക്കേഷൻ ഇല്ല, ഇതില്ല, അവെയർ അല്ല. സ്വാഭാവികമായിട്ടും തിരിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെയും വീടില്ല. പക്ഷെ നൗ ദേ ആർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ്, ദേ ഹാവ് ദെയർ ഓൺ ചോയ്സസ്.
അതുകൊണ്ട് തന്നെ പണ്ട് ഗംഗയോട് അല്ലിക്ക് ആഭരണം എടുക്കാൻ പോണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗ എന്ത് ചെയ്തേനെ? പോവാതിരുന്നേനെ. ഇന്ന് പോണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ ആസ്ക് യു എന്തുകൊണ്ട് പോയാൽ എന്താണ് പ്രോബ്ലം. സോ സ്വാഭാവികമായിട്ടും തിരിച്ചു ചോദ്യം ചോദിക്കും. പണ്ട് ഒരാൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ നിന്നേനെ. മീൻസ് ബേസിക്കലി ഇവരെന്ത് പറയുന്നു അതിനകത്ത് ഇപ്പൊ നിന്നേനെ. രണ്ടുപേർക്കും ഒപ്പീനിയൻ ഇല്ല, ഒരാളുടെ ഒപ്പീനിയനേ ഉള്ളൂ. ഇപ്പൊ രണ്ടുപേർക്ക് ഒപ്പീനിയൻ ഉണ്ട്. സ്വാഭാവികമായിട്ട് രണ്ട് ഒപ്പീനിയൻ ഉണ്ടാകുമ്പോൾ രണ്ട് ഒപ്പീനിയൻ ഉള്ള സ്ഥലത്ത് കോൺഫ്ലിക്ട് വിൽ ഇൻക്രീസ്. അത് റിലേഷൻഷിപ്പ് ആവണമെന്നില്ല. ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് എടുത്തോ, രണ്ട് പാർട്ണർഷിപ്പ് ബിസിനസ് എപ്പോഴും കുറെ തല്ലിത്തിരിഞ്ഞു പോകും. കാരണം എന്താണ്? ദർ ആർ മൾട്ടിപ്പിൾസ് ഓഫ് ഒപ്പീനിയൻ ആൻഡ് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു കൺസൈസ്ഡ് ഒപ്പീനിയനിൽ എത്താൻ പറ്റുന്നില്ലെങ്കിൽ പ്രശ്നമാവും. ഓക്കെ, ഇവിടെ കൂടുതൽ ഒപ്പീനിയൻ വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓട്ടോമാറ്റിക്കലി കോൺഫ്ലിക്ട് വരുന്നു. കോൺഫ്ലിക്ട് വരുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിവോഴ്സ് റേറ്റ് കൂടുന്നുണ്ട്. സോ വൺ ഓഫ് ദ റീസൺ ഫോർ ഇൻക്രീസ് ഇൻ ഡിവോഴ്സ് റേറ്റ് ഈസ് ഫെമിനിസം. നൗ ദ ക്വസ്റ്റ്യൻ ഈസ് ഫെമിനിസം ഈസ് ഗുഡ് ഓർ ബാഡ്? ഫെമിനിസം നല്ലതാണോ ചീത്തയാണോ? അതേതാണ് പദ്ധതി? ഏതാണ് പദ്ധതി എന്ന് ഒരുപാട് വേണ്ട, കുറച്ച് ഫെമിനിസം മതി. എന്ത് തോന്നുന്നു? ഫെമിനിസം നല്ലതാണോ ചീത്തയാണോ? ഒരു മിക്സഡ് റിസൾട്ട് ആണ് അത്. മിക്സഡ് റിസൾട്ട്. അതെ, ഫെമിനിസം ഗുഡ് ആണെന്ന് പറയുന്ന ആര്യ. ബാക്കിയുള്ള ആളുകള് വാട്ട് ഈസ് ഫെമിനിസം? ബേസിക്കലി feminism is nothing but gender equality. It is not like women has more power and men has lesser power. Feminism is talk about nothing but gender equality. Okay, now we understood that endondana divorce rate koodan karanam divorce rate is happening because of feminism. So divorce rate increase cheyunu. In sociology we never going to say that whether feminism is good or bad. It is not the subject matter of sociology. We don't judge things. ഇത് നല്ലതാണെന്നോ ചീത്തയാണെന്നോ പറഞ്ഞ ജഡ്ജ്മെന്റിലായി, നിങ്ങളുടെ അഭിപ്രായങ്ങളായി ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് അല്ലേ. നമ്മൾ എന്ത് മാത്രമേ പറയുന്നുള്ളൂ? വാട്ട് ഈസ് ദ കോഴ്സ് ഓഫ് ഇൻക്രീസ് ഇൻ ഡിവോഴ്സ് റേറ്റ്? ഇത് ചീത്തയാവാം മോശമാവും, വി ഡോണ്ട് കെയർ. നമുക്ക് രണ്ട് വശങ്ങളും നമുക്കറിയാം, നെഗറ്റീവ് ഉണ്ടാവും ചീത്തയാണ്. ബട്ട് വി ഡോണ്ട് സേ ദാറ്റ് ഫെമിനിസം ഈസ് ബാഡ് ഓർ ഫെമിനിസം ഈസ് ഗുഡ്. വി ജസ്റ്റ് സേ ദാറ്റ് ഇൻക്രീസ് ഇൻ ഡിവോഴ്സ് റേറ്റിന് വൺ ഓഫ് ദ റീസൺ ഈസ് ഫെമിനിസം. ഓക്കെ, വിച്ച് മേ ബി ഗുഡ്, വിച്ച് മേ നോട്ട് ബി ഗുഡ്, വി ഡു നോട്ട് നോ. ഫെമിനിസത്തിന് ഡിവോഴ്സിന് നമ്മൾ എഗെയിൻസ്റ്റും അല്ല പ്രോയും അല്ല. ഫെമിനിസം ഡിവോഴ്സ് വേണ്ട വേണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല. സോഷ്യോളജിയിൽ ചില ആംഗിൾ ചില തിങ്കേഴ്സ് പറയും ഫെമിനിസം ബാഡ് ആണെന്ന് പറയുന്ന ആളുകളുണ്ട്, ഫെമിനിസം ഫാമിലി മോശമാണെന്ന് പറയുന്ന ആളുകളുണ്ട്. ഇപ്പൊ രണ്ട് സൈഡും ഇല്ലേ, ഫാമിലി നല്ലതും ചീത്തതും അല്ലേ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച്, ഫാമിലി നല്ലതല്ലേ? എന്തൊക്കെ കൊണ്ടാണ് ഫാമിലി നന്നാവുന്നത്? നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ തരുന്നത് ഫാമിലിയാണ്, നല്ല കാര്യമല്ലേ? നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട്, പഠിക്കാൻ സമ്മതിക്കുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഇമോഷണൽ സപ്പോർട്ട് തരുന്നു ഫാമിലി. അപ്പം ഫാമിലി നല്ലൊരു സാധനമാണ്. എന്നാൽ ഇതേ ഫാമിലി തന്നെ നിങ്ങൾക്ക് ട്രോമയും തരുന്നുണ്ട്. അച്ഛനും അമ്മയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ ഇടി കിട്ടുന്നത് നമുക്കായിരിക്കും. സ്വാഭാവികമായിട്ടും നമ്മൾ ഇതിനകത്ത് ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മളൊരു രാവിലെ ദോശയും ചമ്മന്തിയും കഴിക്കാൻ പോകുമ്പോഴായിരിക്കും അമ്മ ചൂട് മൂടിലിരിക്കുന്നു, നമ്മൾ അമ്മയെന്ന് നോർമലായിട്ട് വിളിക്കുന്നു, അപ്പം തന്നെ കേൾക്കുന്നു രണ്ടെണ്ണം. നമുക്ക് എന്താന്ന് പോലും മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിന്റെ സ്കേപ്പ് ഗോട്ടാണ്. ഇവര് നമ്മളുടെ ഫൈറ്റിന്റെ ഇടയിൽ കിടന്ന് നമ്മൾ എന്താണ് നമ്മൾ അനുഭവിക്കുകയാണ്. ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ആരെ ബാധിക്കും? നമ്മളെയും ബാധിക്കും. ഇപ്പൊ ഫാമിലി, അതേപോലെ സ്ത്രീകളെ സംബന്ധിച്ചോളം ഫാമിലി നല്ലതല്ല. കാരണം ഫാമിലി പാട്രിയാർക്കലാണ്. പാട്രിയാർക്കൽ ഫാമിലി സ്ത്രീ എന്ന് പറയുന്നത് സെക്കൻഡറി ചോയ്സ് ആണ്. നമ്മൾ പറയും ഇന്ന് സൊസൈറ്റി കുറെ ഈഗാലിറ്റേറിയൻ ആണ്, ഫാമിലി ഈക്വൽ ആണെന്ന് പറയെങ്കിലും there are various areas where absolutely there is no equal right എന്നുള്ളത് കാണാൻ പറ്റുന്ന ഒരുപാട് ഏരിയ ഇപ്പോഴും ഉണ്ട്. അത് എല്ലാവരുടെ ഫാമിലി ഉണ്ട്. നമ്മളത് നോർമലായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാ. നമ്മൾ റീസൺസ് ആണ് നമ്മൾ പറയുന്നത്. ബേസിക്കലി എന്താണ്, നമ്മൾ ജഡ്ജ് ചെയ്യുന്നില്ല. സോഷ്യോളജിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് റൈറ്റ് എന്തുകൊണ്ട് റോങ് എന്നുള്ളത് നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടും നമ്മൾ എന്താണ് ചെയ്യുന്നത്, ബേസിക്കലി എന്താണ് ഇതിന്റെ കോസ് ആൻഡ് എഫക്ട് എന്താണ് എന്നുള്ളതായിരിക്കും സോഷ്യോളജിയിൽ നമ്മൾ നോക്കുക. അപ്പം അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ സോഷ്യോളജിയിൽ ബേസിക്കലി നമ്മൾ നോക്കുന്നത് ഇൻഡിവിജ്വൽ പ്രോബ്ലംസിനെക്കാട്ടും നമ്മൾ എന്തായിരിക്കും നോക്കുക, സോഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കും, സോഷ്യൽ ഇഷ്യൂസ് ആയിരിക്കും. സീമിംഗ്ലി ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ഇൻഡിവിജ്വൽ പ്രോബ്ലം ആയിട്ട് നമുക്ക് തോന്നാം. ഡിവോഴ്സ് റേറ്റ്, ഡിവോഴ്സ്, സൂയിസൈഡ്, അൺഎംപ്ലോയ്മെന്റ്, ഇതൊക്കെ ഇൻഡിവിജ്വൽ പ്രോബ്ലം അല്ലേ. പോവർട്ടി എന്തുകൊണ്ടാണ് ഒരാൾ പട്ടിണിയാവുന്നത്? ബേസിക്കലി ഒരാൾക്ക് ജോലി കിട്ടാത്തതിന് കാരണം എന്താ? പട്ടിണിയാവാനുള്ള റീസൺ എന്തായിരിക്കും? ഇഫ് സംബഡി ഈസ് പുവർ, നിങ്ങളോട് ചോദിക്കണം അയാൾ എന്തുകൊണ്ട് പൂറായി, എന്തൊക്കെ റീസൺസ് നിങ്ങൾ പറയും? അയാൾ ജോലിക്ക് പോകാത്തതുകൊണ്ട്, അയാളുടെ ഇൻഡിവിജ്വൽ പ്രോബ്ലം അല്ലേ. അയാൾക്ക് നല്ല എഡ്യൂക്കേഷൻ ഇല്ല, അയാൾ ഇൻഡിവിജ്വൽ പ്രോബ്ലം അല്ലേ. അപ്പൊ അയാൾ മടിയനാണ്, അയാൾ മോട്ടിവേറ്റഡ് അല്ല, അയാൾ എന്നും രാത്രി കിടന്നുറങ്ങും, ഇത് നടക്കുന്നു അല്ലെ, ഇൻഡിവിജ്വൽ പ്രോബ്ലം ആണ്. പക്ഷേ ഇതൊരു ഇൻഡിവിജ്വൽ പ്രോബ്ലം ആണ് നമുക്ക് തോന്നും. പക്ഷെ വെൻ യു ടേക്ക് ദി ടോട്ടൽ എക്സാമ്പിൾ, ഇന്ത്യയിൽ തന്നെ നോക്കുവാണെങ്കിൽ there are 24% people are below poverty line.
Why? How come all the 24% of people are become, muddy and alasan education illadai? It is no more a individual problem then. It is a social issue. അല്ലേ? അവിടെ എന്താണ് സോഷ്യൽ ഇഷ്യൂ എന്ന് പറയുന്നത്? ഒരാൾക്ക് പട്ടിനെ മാറണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യണം? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിക്കാം, നിങ്ങൾക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടണം. എഡ്യൂക്കേഷൻ കിട്ടണം നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾക്ക് ബേസിക്കലി നല്ല എഡ്യൂക്കേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ, എഡ്യൂക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടുകാരിൽ എന്ത് വേണം? പൈസ വേണ്ടേ? സപ്പോർട്ട് ചെയ്യണ്ടേ? പൈസ ഉള്ള ഒരാൾക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എഡ്യൂക്കേഷൻ പോകാനുള്ളൂ. ക്യാപിറ്റൽ വേണം. നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങണം, ക്യാപിറ്റൽ വേണ്ടേ? നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു നല്ല സ്കില്ല് വേണം, പൈസ വേണ്ടേ? ഇതൊന്നും ഇല്ലാത്ത ആളെ സംബന്ധിച്ചോളം ഇതൊന്നും എന്താവില്ല, പോസിബിൾ ആവില്ല. സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു കുട്ടി ഉണ്ടാവുക എന്ന് പറയുന്ന ആ കുട്ടി എന്തായിരിക്കും? വേറെ കുറെ പൂവർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും കൂടുതൽ വരിക? ആ പൂവർ ആയിട്ടുള്ള കുട്ടി എന്ന് പറയുന്നത് വിൽ ബിക്കം ആൻ ഹെൽപ്പിംഗ് ഹാൻഡ് ഇൻ ദ ഫീൽഡ്. അവനെ പണിക്ക് വിട്ടുകൊണ്ട് അവനോട് പണിക്ക് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, അച്ഛൻ പോയി കഴിഞ്ഞാൽ ഡെയിലി 250 രൂപ കിട്ടുകയാണെങ്കിൽ ഇവനോട് പണിക്ക് വിട്ടാൽ വീണ്ടും 250 രൂപ കിട്ടി, മൊത്തം 500 രൂപ ഫാമിലിക്ക് കിട്ടും. സോ അവിടെ ഫാമിലി എന്ത് ചെയ്യും? എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന് പകരം പണിക്ക് വിടാനായിരിക്കും, ചൈൽഡ് ലേബറിന് വിടാനായിരിക്കും നോക്കുക. അപ്പം ഇവിടെ ഇൻഡിവിജ്വൽ പ്രോബ്ലംസ് ആയിട്ട് നിങ്ങൾ കാണുന്നതെല്ലാം എന്തായിരിക്കാം? സോഷ്യൽ ഇഷ്യൂസ് ആയിരിക്കും. ആ സോഷ്യൽ ഇഷ്യൂസിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് എന്താണ് ഇൻഡിവിജ്വൽ പ്രോബ്ലം ആയി തോന്നുന്ന കാര്യങ്ങൾ അതൊരു സോഷ്യൽ ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കുകയാണ് ഒരു സോഷ്യോളജിസ്റ്റ് ബേസിക്കലി ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ആലോചിക്കും, എന്തിനാണ് നമ്മൾ റിലീജിയനിൽ വിശ്വസിക്കുന്നത്? ബേസിക്കലി വൈ ഡു പീപ്പിൾ ബിലീവ് ഇൻ റിലീജിയൻ? വിശ്വാസമാണ്. എന്തിനാണ് വിശ്വസിക്കുന്നത്? ബേസിക്കലി നമുക്ക് കോൺഫിഡൻസ് കിട്ടും. യെസ്. പിന്നെ വൈ ഡു പീപ്പിൾ ബിലീവ്? ഗോഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഈസ് ഗോഡ് ഈസ് ദെയർ ഓർ നോട്ട്? അത് വലിയ പ്രശ്നം അല്ലേ? ഉണ്ട്, ഇല്ല. ഇൻ സോഷ്യോളജി വി നെവർ കൺസേൺഡ് അബൌട്ട് വെദർ ഗോഡ് ഈസ് എക്സിസ്റ്റിംഗ് ഓർ നോട്ട്. നമുക്കറിയില്ല ഗോഡ് ഉണ്ടോ ഇല്ലോ എന്നുള്ളതിനെ പറ്റി നമുക്ക് ചോദ്യമില്ല. പക്ഷെ റിലീജിയൻ ഉണ്ട് നമുക്കറിയാം. ഗോഡ് ഈസ് ഡിഫറെന്റ്, റിലീജിയൻ ഈസ് ഡിഫറെന്റ്. അപ്പൊ റിലീജിയൻ ഉണ്ട്. ഇനി വൈ പീപ്പിൾ ബിലീവ് ഇൻ റിലീജിയൻ എന്നുള്ളത് വേരിയസ് റീസൺ ഫോർ വേരിയസ് പീപ്പിളിന് പല റീസൺസ് ആണ് നമ്മൾ പറയാം. ഇത് നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റിലീജിയൻ എന്ന് പറയുന്നത് കോൺഫിഡൻസ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ റീസൺ. കോൺഫിഡൻസ് ബൂസ്റ്റർ ആണ് റിലീജിയൻ എന്നാണ് ഒരു തിയറി പറയുന്നുണ്ട്. നമ്മൾ അത് പഠിക്കും എങ്ങനെയാണ് റിലീജിയൻ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യില്ല? ദൈവമായിട്ട് നിങ്ങൾ ഒന്നും അസോസിയേറ്റ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ ഇന്ന് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ പ്രാർത്ഥിച്ചോ? നിങ്ങൾ പ്രാർത്ഥിച്ചോ? ക്ലാസ് വരുന്ന അടിപൊളി ക്ലാസ് ആയിരിക്കണേ, നന്നായി പോണേ, ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് UPSC എന്ന് പറയുന്നത് ജേണി എന്ന് കാണുമ്പോൾ അത് ഓക്കെ. ഇപ്പൊ വേറൊരു കാര്യം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം, ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഇപ്പം നിങ്ങൾ ഒരു മീൻകറി ഉണ്ടാക്കുക രാവിലെ വീട്ടിൽ നിന്ന്. മീൻകറി ഉണ്ടാക്കുന്നതിന് മുമ്പ് നല്ല മീൻകറി ആവണേ, ദൈവമേ രക്ഷിക്കണേ ഭഗവാനെ, പ്രാർത്ഥിക്കോ? ഇല്ല, നിങ്ങൾ ഒരിക്കലും ചെയ്യില്ല. ഇറ്റ്സ് എവറി ഡേ വെനെവർ സെയിം സാധനം നിങ്ങൾ ചെയ്യാണ്, വിച്ച് ഈസ് ദർ ഈസ് ആൻ എക്സ്പെക്ടഡ് ഔട്ട്കം. നിങ്ങൾക്ക് അറിയാം ഇതിങ്ങനെയൊക്കെയാണ് ഇത് പോവുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല? പ്രാർത്ഥിക്കില്ല. പക്ഷെ ഇതേ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, എന്നും നിങ്ങൾ ഇപ്പൊ ക്ലാസ്സിന് പോകുന്നു, എന്നും നിങ്ങൾ സ്കൂളിൽ പോകുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കില്ല. പക്ഷെ എക്സാം എടുക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കും. കാരണം എന്താണ്? അവിടെ നിങ്ങൾക്ക് അറിയാം നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല, നിങ്ങളെ കൊണ്ടൊരു ഗുണവുമില്ല. എന്തെങ്കിലും നടക്കണമെങ്കിൽ ആര് വരണം? ദൈവത്തിന്റെ പാതി വരണം. ഞാൻ പാതി ദൈവം പാതി എന്നുള്ളതാണല്ലോ. ആ പാതിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ബേസിക്കലി കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ അമ്പലത്തിൽ പോകും. ഇപ്പൊ നിങ്ങള് തിരുവനന്തപുരത്തുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ എവിടെ ആണെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ കേരളം ഒരു തീരദേശ പ്രദേശമല്ലേ? തീരദേശങ്ങളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ റിലീജിയന്റെ ഇൻഫ്ലുവൻസ് ഭയങ്കര കൂടുതലായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും അത്? ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇപ്പം തിരുവനന്തപുരത്തെ കാര്യം ഞാൻ പറയാം. ഈ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? തൊട്ട് നമ്മുടെ ശംഖുമുഖ ആ സൈഡിൽ പോയി കഴിഞ്ഞാൽ ക്രിസ്ത്യൻ മജോറിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. ഫുൾ ക്രിസ്ത്യൻ പള്ളികളായിരിക്കും. ആ ഒരു വെട്ടുകാട് പള്ളി തൊട്ട് ഒരു 10-15 പള്ളികൾ കടകട ചുറ്റുണ്ട്. ഒരു പോയിന്റ് കഴിഞ്ഞാൽ അത് മുസ്ലിം പള്ളികളായി മാറും. പിന്നെ മൊത്തം 5 തെങ്ങ് ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ മുസ്ലിം പള്ളികളുടെ എണ്ണം കാണാം. വിഴിഞ്ഞം ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും മുസ്ലിം പള്ളികൾ കാണാം. ഇതിനിടയിൽ അമ്പലങ്ങളുള്ള കുറെ ഏരിയാസ് ഉണ്ട്. അവിടെ RSS ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. റിലീജിയസ് എക്സ്ട്രീം റിലീജിയൻ ആയിരിക്കും. അത് കഴിഞ്ഞ് ക്രിസ്ത്യാനിറ്റി മജോറിറ്റി ഉള്ള ഒരു ഏരിയ വീണ്ടും അപ്പുറമുണ്ട്. അവിടെ നമ്മുടെ വിഴിഞ്ഞത്തിന്റെ അപ്പുറത്തെ തുറമുഖം മൊത്തം ക്രിസ്ത്യൻ മജോറിറ്റിയാണ്, ഇപ്പുറത്തെ തുറമുഖം മൊത്തം മുസ്ലിം മെജോറിറ്റിയാണ്. സോ കംപ്ലീറ്റ്ലി റിലീജിയസ്. അത് തിരുവനന്തപുരം മാത്രമല്ല, നിങ്ങൾ ഏത് തീരദേശം എടുക്കുകയാണെന്നുണ്ടെങ്കിലും തീരദേശത്ത് റിലീജിയൻ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. എന്തുകൊണ്ടായിരിക്കും റിലീജിയൻ അവിടെ സ്ട്രോങ് ആവുന്നത്? അവിടെ പ്രീസ്റ്റിന് ഭയങ്കര പവറാണ്. പക്ഷെ എങ്ങനെ പവർ കിട്ടി? എന്തുകൊണ്ടാണ് പ്രീസ്റ്റിന് ഭയങ്കര പവർ? അവിടെ എല്ലാ റിലീജിയസ് ലീഡേഴ്സിനും ഭയങ്കര പവർഫുൾ. അവിടെ പ്രീസ്റ്റ് അച്ഛൻ പറയുന്നത് അനുസരിച്ച് അവിടുത്തെ എല്ലാവരും പ്രവർത്തിക്കുള്ളൂ. പള്ളിയിൽ പറയുന്ന അനുസരിച്ച് അവിടുത്തെ എല്ലാവരും ആ മുസ്ലിം കമ്മ്യൂണിറ്റി പ്രവർത്തിക്കുള്ളൂ. ഹിന്ദു അമ്പലത്തിൽ പറയുന്ന ആളുകൾ പറഞ്ഞിട്ട് അനുസരിച്ച് ഹിന്ദു കമ്മ്യൂണിറ്റി വിശ്വസിക്കും. ഹൈലി സ്ട്രോങ് റിലീജിയസ്. നിങ്ങൾ കേരളത്തിൽ കലാപങ്ങൾ കൂടുതൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, റിലീജിയസ് കലാപങ്ങൾ പണ്ട് കേരളത്തിൽ വളരെ കുറവാണ്. ഹിസ്റ്റോറിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാറാട് കലാപം ഇതുപോലെയുള്ള കലാപം നോക്കുകയാണെങ്കിൽ എല്ലാം തീരദേശങ്ങളിലായിരിക്കും കൂടുതൽ ഉണ്ടാവുക. വൈ?
അതുകൊണ്ട് വെരി ഗുഡ്. ദ തിങ് ഈസ് ദാറ്റ് ഓൾ ദിസ് പീപ്പിൾ ആർ ബിലോങ്സ് ടു എന്താണ്? ഫിഷിംഗ് കമ്മ്യൂണിറ്റിയാണ്. ഫിഷിംഗ് കമ്മ്യൂണിറ്റിക്ക് ഇവർ എവിടെ പോകണം? കടലിൽ പോകണം. ഈ കടലിൽ പോകുമ്പോൾ though we have technologically advanced, we still not able to understand exactly ഇതെങ്ങനെ വർക്ക് ചെയ്യാന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല. And we do not have lesser control. Whenever lesser control ഉള്ള ഒരു സാധനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം കുറെ സാധനം നമ്മുടെ ഔട്ട് ഓഫ് ഹാൻഡിലാണ്. അപ്പം നിങ്ങളെ വീട്ടിൽ നിന്ന് കുറെ പേര് മുക്കുവന് കടലിൽ മീൻ പിടിക്കാൻ പോയി. ഇവര് തിരിച്ചു വരുമെന്ന് നിങ്ങൾക്ക് ഓരോ ഉറപ്പുമില്ല. അത് നിങ്ങളുടെ അച്ഛൻ കടലിൽ പോകുന്നു, അച്ഛൻ തിരിച്ചു വരുമെന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. അങ്ങനെ ഒരു ഉറപ്പില്ലാത്തപ്പോൾ നിങ്ങൾ എങ്ങനെ വീട്ടിലിരിക്കും സമാധാനമായിട്ട്? നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗ്യാരണ്ടി വേണ്ടേ അച്ഛൻ തിരിച്ചു വരുന്നു? അപ്പൊ എങ്ങനെ അച്ഛൻ തിരിച്ചു വരും? ദ ഗോഡ് വിൽ പ്രൊട്ടക്ട് യുവർ ഫാദർ ആൻഡ് യു ടുഗദർ will go to church, temple, mosque, whatever the religion, you will go there, you pray for your father or the community going for, fishing പോകുന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. And you will be, there will be strong community bonding. Because one day നിങ്ങൾ അച്ഛൻ പോകുന്ന തോണി മറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പട്ടിണി. So you need the community to sustain your life. So they will support you. So community build ചെയ്യാതെ എവിടെ ജീവിക്കാൻ പറ്റില്ല? മുക്കുവരെ എടുത്ത് ജീവിക്കാൻ പറ്റില്ല. Because every day they are encountering with uncertainties. So one of the theory of sociology, religion is strong because of whenever there is an uncertain moment, uncertainty വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കൂടും? റിലീജിയൻ കൂടും എന്നുള്ളതാണ്. അൺസർട്ടനിറ്റി വന്നാൽ റിലീജിയൻ കൂടും. അതുകൊണ്ട് തന്നെയാണ് ബേസിക്കലി ലുക്ക് അബൌട്ട് ഒരു ഹ്യൂമൻ സൈക്കിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും അൺസർട്ടൺ ആയിട്ടുള്ള പീരീഡ് നോക്കുന്നത് വൺ ബർത്ത് ആണ്. ഒരാൾ ജനിക്കുന്ന സമയത്ത് ഭയങ്കര അൺസർട്ടൺ ആണ് അല്ലെ? കാരണം പുതിയൊരു കമ്മ്യൂണിറ്റിയിൽ പുതിയൊരാൾ വരികയാണ്, അയാള് ആർക്കും അറിയില്ല, പുതിയ ആളുകൾ ഒന്നിപ്പിക്കണം, ഇത് ബർത്ത് നന്നോണം നടക്കുമോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, കോംപ്ലിക്കേഷൻസ് ആവാം. ഒരാൾ പ്യൂബേറ്ററി ആവുമ്പം, ഒരു മനുഷ്യന് പ്യൂബേറ്ററി ആവുന്ന സമയത്ത് വീണ്ടും ഒരു സ്ട്രഗിൾ വരുന്നുണ്ട്. ഇപ്പൊ വിമണിനെ സംബന്ധിച്ചുള്ള ആ വിമൺ എന്താണ്, മാരേജ് ഏജ് ആയി, റീപ്രൊഡക്റ്റീവ് ഏജ് ആയി എന്നുള്ളതിലെത്തി. സോ കുറച്ചുകൂടി കമ്മ്യൂണിറ്റി ആംഗിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സേഫ്റ്റി മെഷേഴ്സും കാര്യങ്ങളും എടുക്കുക, അങ്ങനെ നോക്കാം. ഡെത്ത്, മാരേജ്, വീണ്ടും രണ്ട് ഫാമിലി ഒന്നിക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് ഡെത്ത്, ഒരു ഫാമിലിയിൽ നിന്ന് ഒരാൾ ഇല്ലാതായി പോകുന്നു. ഇതൊക്കെ പ്രോബ്ലംസ് അല്ലേ? നമ്മൾ ഒരാളെ വീട്ടില് ഒരാൾ ഇല്ലാതായി കഴിഞ്ഞപ്പോ നമ്മളെ വീട്ടിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കോൺഫിഡൻസ് നഷ്ടപ്പെടുമോ? ബേസിക്കലി ഇപ്പൊ ഒരു ഏണിംഗ് മെമ്പർ ആണെന്ന് വിചാരിക്കുക, അയാൾ ഒരു ദിവസം പെട്ടെന്ന് മരിച്ചുപോയി. ഇറ്റ് വിൽ ലീഡ് ടു മൊമെന്റ് ഓഫ് അൺസർട്ടനിറ്റി. ഇമ്മീഡിയറ്റ്ലി എന്താവും? അൺസർട്ടൻ ആവും. ഈ ലൈഫിൽ ഇനി നമ്മൾ എങ്ങനെ മുന്നോട്ട് ജീവിക്കണം നമുക്കൊരു പിടുത്തവും കിട്ടില്ല, നമ്മൾ ആകെ പ്രാന്ത് പിടിക്കും. അപ്പൊ നമുക്ക് കോൺഫിഡൻസ് വേണ്ടേ? ഇവിടെ റിലീജിയൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ ഫംഗ്ഷനിലും നിങ്ങൾക്ക് റിലീജിയസ് സെറമണീസ് കാണാൻ പറ്റും. ഡെത്ത് ആകുമ്പോൾ പൂജ, ഈ എല്ലാ ഏതാണോ റിലീജിയൻ ആ റിലീജിയൻ അനുസരിച്ചുള്ള പ്രാർത്ഥന ഉണ്ടാവും. ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും എന്തുണ്ടാവും? പ്രാർത്ഥന ഉണ്ടാവും. എല്ലാ റിലീജിയനിലും വ്യക്തമായി പറയും മരിച്ച ആളുടെ വീട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പോണം എന്നുള്ള റിലീജിയസ് സാങ്ഷൻ ആയിട്ട് റിലീജിയനിൽ പറഞ്ഞിട്ടുണ്ടാവും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിലീജിയൻ സെറമണി ഉള്ളത് കൊണ്ട് എല്ലാ ആളുകളും ഒന്നിച്ചു വരണം മരിച്ചു ചെയ്യുന്ന സമയത്ത്. സ്വാഭാവികമായിട്ട് ഇവിടെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഈ ഫാമിലി അല്ലേ, ദിസ് ഫാമിലി വിൽ ബി സറൗണ്ടഡ് വിത്ത് പീപ്പിൾ. സോ സിൻസ് പീപ്പിൾ ഫാമിലിനെ കുറെ ആളുകൾ സറൗണ്ട് ചെയ്യുമ്പോൾ ഫാമിലി വിൽ ഗെറ്റ് എ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഫീലിംഗ് ദാറ്റ് ഐ ആം നോട്ട് അലോൺ, ദർ ആർ പീപ്പിൾ ടു സപ്പോർട്ട് മീ. എല്ലാരും പറയും ഞങ്ങളുണ്ട് മോളെ കൂടെ, ഞാനുണ്ട് മോനെ കൂടെ, നമ്മൾ നോക്കാം, സെറ്റ് ആക്കാം, പേടിക്കണ്ട, വിഷമിക്കല്ലേ, അത് അച്ഛനില്ലെങ്കിൽ ഞാനില്ല നിനക്ക്. സോ ദർ ലൈക്ക് ഒരു സപ്പോർട്ട് തരും. ബർത്തിന്റെ സമയത്തും ഉണ്ട് സെറമണീസ്. ഒരു കുട്ടീനെ എന്ത് ചെയ്യണം? പുതിയൊരാളെ സൊസൈറ്റിയിലേക്ക് പരിചയപ്പെടുത്തണം. നോക്ക്, ഈ സാധനം നിങ്ങളെ പുതിയ കമ്മ്യൂണിറ്റിയിലെ മെമ്പറാണ്, ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, മാരേജ് ചെയ്യുന്ന സമയത്തും രണ്ട് പുതിയ ഫാമിലി ഒന്നിപ്പിക്കുകയാണ്. യു നീഡ് ടു ഹാവ് റിലീജിയസ് സാങ്ഷൻ. ഇവിടെ എല്ലാ ലൈഫിലെ ഏത് ക്രൈസിസ് മൊമെന്റിലും എന്തുണ്ടാവും? റിലീജിയന് റോൾ ഉണ്ടാവും. സോ അൺസർട്ടൺ മൊമെന്റ്സിൽ ആളുകളുടെ ആങ്സൈറ്റി, പ്രഷർ, ഡിപ്രഷൻ, ആളുകൾക്ക് കമ്മ്യൂണിറ്റി ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? റിലീജിയൻ വരുന്നത്. അതുകൊണ്ടാണ് എവിടെയൊക്കെ ആങ്സൈറ്റി കൂടുന്ന സ്ഥലങ്ങളുണ്ടോ അവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും? റിലീജിയൻ ഉണ്ടാവും. നിങ്ങൾ വണ്ടി ഓടിച്ചൊരു ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കും, വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഒന്ന് തൊട്ട്. കാരണം നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കിൽ ഈസ് ടു ഗുഡ് ദാറ്റ് എവിടെയെങ്കിലും കൊണ്ടുപോയി കയറും. അതുകൊണ്ട് നിങ്ങൾ സ്വാഭാവികമായിട്ടും പിന്നെ വഴി പോകുന്നവന് ഇത് അറിയില്ല എന്ന് പറയുന്നത് എത്താനുള്ള റിസ്ക് കൂടുതലാണ് അല്ലെ? എന്ത് വേണമെങ്കിലും അപകടങ്ങൾ കുറെ സംഭവിക്കാം, അപ്പൊ അപകടങ്ങളൊന്നും വരുത്തില്ലേ എന്ന രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കും അല്ലെ? ഇനി അതല്ല, നിങ്ങൾ ആലോചിക്കുക, അതല്ല ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യില്ല? പ്രാർത്ഥിക്കില്ല. കാരണം നിങ്ങൾക്ക് അറിയാം ഇതിന്റെ ഔട്ട്കം എന്താണെന്നുള്ളത്. വെൻ എവർ ഔട്ട്കം ഈസ് അൺസർട്ടൺ ദർ വിൽ ബി മോർ റിലീജിയസ് പ്രഷർ, അല്ലെങ്കിൽ റിലീജിയൻ എന്ത് ചെയ്യും? സ്ട്രോങ് ആവും. ഔട്ട്കം ഭയങ്കര സർട്ടൺ ആണ്. ഇപ്പൊ എന്നും ഇന്ന് രാവിലെ ക്ലാസ്സിൽ ഒന്ന് പ്രാർത്ഥിച്ചു, പക്ഷെ എല്ലാ ദിവസവും വരുമ്പോൾ പ്രാർത്ഥിക്കില്ല. ഇറ്റ് ബിക്കം പാർട്ട് ഓഫ് യുവർ ലൈഫ്. ഇത് നോർമലായിട്ട് ഇത് ഇങ്ങനെയാണ്, അൺസർട്ടൺ ആണ്. നിങ്ങൾക്ക് അറിയാം 5 മണി ക്ലാസ് തുടങ്ങും, ഇത്ര മണി വരെ ക്ലാസ് ഉണ്ടാവും, നമ്മൾ ഇതൊക്കെ പഠിക്കും, തിരിച്ചു പോകും, നോർമൽ.
അപ്പം റിലീജിയൻ കൂടുന്നത് അൺസർട്ടനിറ്റി കൂടുന്ന സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? റിലീജിയൻ കൂടുന്നുണ്ട്. അപ്പം നമ്മൾ ഇതൊക്കെ ബേസിക്കലി ഇതൊക്കെ ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ സോഷ്യോളജിയിൽ പഠിക്കാൻ പോകുന്ന എന്താണ്? ഈ പറഞ്ഞിട്ടുള്ള തിയറീസ് എങ്ങനെയാണ് ബേസിക്കലി സൊസൈറ്റിയിൽ ആ സ്ഥലങ്ങളിൽ ഇമ്പാക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുക. അതിനകത്ത് ഞാൻ പറഞ്ഞു 2 വ്യൂ പോയിന്റ് ആണുള്ളത്. ഒന്ന് സെക്ഷണൽ ആയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ബേസിക്കലി ആളുകളെ കൺട്രോൾ ചെയ്യുന്നത്. ആളുകൾ എന്താണ്? മിയർ പപ്പറ്റ്സ് ആണ്. രണ്ടാമത്തെ എന്താണ്? പപ്പറ്റ്സ് ബേസിക്കലി ആളുകൾ പപ്പറ്റ്സ് അല്ല, ദേ വിൽ ടേക്ക് ആക്ഷൻസ് അല്ലെ. ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ആക്ഷൻസ് എടുക്കുന്നുണ്ട്. ബേസ്ഡ് ഓൺ ദാറ്റ് ദേ വിൽ ക്രിയേറ്റ് ദെയർ ഓൺ വേൾഡ് റിയാലിറ്റി എന്ന് പറയുന്ന രീതിയിലായിരിക്കും സോഷ്യോളജിയിൽ നമ്മൾ ബേസിക്കലി ഡിസ്കഷൻ തുടങ്ങുക. ബാക്കി ക്ലാസ് നമുക്ക് നാളെ ഒന്നും എടുക്കാം. അതിനു മുമ്പ് ജസ്റ്റ് ഒരു സാധനം എഴുതിയെടുത്തോ. ഇപ്പൊ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്താന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി ഇൻഡിവിജ്വൽ ട്രബിളിന് എന്ത് ചെയ്യുക, ഒരു പബ്ലിക് ഇഷ്യൂ ആയിട്ട് കാണുക എന്നുള്ളതിനെയാണ് നമ്മൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയാ. സോ ഇതെന്നിരിക്കും, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഈസ് എ കോൺസെപ്റ്റ്. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഈസ് എ കോൺസെപ്റ്റ്. ബേസിക്കലി എല്ലാ സാധനവും ബുക്കിലുണ്ടാവും. ബുക്കിൽ ഇല്ലാത്ത ചെറിയ സാധനങ്ങളായിരിക്കും ഞാൻ ക്ലാസ്സിൽ പറയാം കേട്ടോ. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഈസ് എ കോൺസെപ്റ്റ്. Sociological imagination is a concept coined by C.W. Mills. Coined by C.W. Mills. Basically, American sociologist and bracket American sociologist. Coined by C.W. Mills. Bracket American sociologist. Bracket close. To explain that. The personal troubles, the personal issues or troubles, the personal troubles are not really personal, are not really personal, are not really personal. Full stop. They are caused by structural changes in society. They are caused by structural changes in society. Structural changes. Structural changes in society. For example, divorce of a one couple. Divorce of a one couple. Divorce of a one couple is personal issue or personal trouble. Divorce of a one couple is personal issue, but divorce in itself is a public issue. Divorce in itself is a public issue. Full stop. Next para. Sociological imagination help us to understand. Sociological imagination help us to understand. Sociological imagination help us to understand larger structural causes. Larger structural causes. Larger structural causes behind. Larger structural causes behind individual trouble. Larger structural causes behind individual trouble. Okay. Now individual trouble, problem. കിട്ടിയോ? ഇൻഡിവിജ്വൽ ട്രബിൾ കേട്ടോ. അതായത് ഇൻഡിവിജ്വൽ പ്രോബ്ലം ആയിട്ട് ഇപ്പൊ ഒരാളുടെ സൂയിസൈഡ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ പ്രോബ്ലം ആണ്. പക്ഷെ സൂയിസൈഡ് ഇൻ ഇറ്റ്സെൽഫ് ഈസ് എ പബ്ലിക് ഇഷ്യൂ. വൺ പേഴ്സൺ സൂയിസൈഡ് മേ ബി ഇൻഡിവിജ്വൽ ഇഷ്യൂ ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. ബട്ട് സൂയിസൈഡ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? കുറെ ആളുകൾ സൂയിസൈഡ് ചെയ്യുന്നു. ഇറ്റ് ഈസ് എ പബ്ലിക് ഇഷ്യൂ. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ബേസിക്കലി വൺ പേഴ്സൺ ഡിവോഴ്സ് ചെയ്യുന്നത് ഇറ്റ്സ് എ പ്രോബ്ലം വിത്ത് കപ്പിൾ. ബട്ട് ഡിവോഴ്സിംഗ് ഇൻക്രീസിംഗ് ഡിവോഴ്സ് റേറ്റ് ഇൻ ഇന്ത്യ ഓർ ഇൻ കേരള ഇറ്റ്സ് എ പബ്ലിക് ഇഷ്യൂ. ഓക്കെ. സോ അങ്ങനെ നമുക്കിപ്പോ ഒരാളുടെ പോവർട്ടി ഓഫ് എ വൺ പേഴ്സൺ, ഇഫ് എ പുവർ പേഴ്സൺ ദാറ്റ് ഇഷ്യൂസ് മേ ബി ഇൻഡിവിജ്വൽ ഇഷ്യൂ. ബട്ട് ദർ ഈസ് എ 36% പോവർട്ടി അല്ലെങ്കിൽ 25% പോവർട്ടി.
Rate is a public issue. Unemployment of a person will be individual issue, but unemployment rate is 36% unemployment means it's a public issue. There is a problem in the society. That is why people are not getting employment. So sociological imagination, nothing but we are able to see, no, a trouble is not an individual trouble. We are able to understand what are the structural causes for this particular issue. What is structural basically means? Structure means society structure. Basically, state is a structure. State, all this part of structure. Okay, state, religion, family, all these are structural things. Or institutions are the structure. So a structure cause ചെയ്യുന്ന problems ആണ് ഇതെല്ലാം എന്നത് പഠിക്കുന്നതാണ് basically sociological imagination. So a sociologist should have a sociological imagination to understand the larger cause of the problem rather than understanding individual problem. ഇപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, സൊസൈറ്റിയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് മനസ്സിലാവും. ഇനി നമ്മൾ അങ്ങോട്ടുള്ള ക്ലാസ്സിൽ വി വിൽ ബി ഡിസ്കസിങ് ഡിഫറെന്റ് ചാപ്റ്റർ. വി ഹാവ് ടു പേപ്പർ 1 വരുന്ന സമയത്തേക്ക് there are different ചാപ്റ്റർ. ബേസിക്കലി നമുക്ക് പഠിക്കാനുള്ള കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സോഷ്യോളജി ആസ് ഒറിജിൻ ഓഫ് സോഷ്യോളജി എന്താണെന്നുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. ബേസിക്കലി സോഷ്യോളജി എങ്ങനെ ഒറിജിൻ ചെയ്തു. ഇവിടെ ബേസിക്കലി നമ്മൾ സോഷ്യോളജി ഒന്നും പഠിക്കുന്നില്ല. സോഷ്യോളജി ഒറിജിൻ ചെയ്യാനുള്ള റീസൺസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ബേസിക്കലി എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് സോഷ്യോളജി എന്നൊരു സബ്ജക്ട് ഉണ്ടായത്. രണ്ടാമത് സോഷ്യോളജി ആസ് എ സയൻസ് എന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യോളജി ആദ്യം ഒരു സയൻസ് ആണെന്നായിരുന്നു സോഷ്യോളജി ഉണ്ടാക്കിയവർ പറഞ്ഞിരുന്നത്. അതായത് ഫിസിക്സും കെമിസ്ട്രി ഒക്കെ പോലെ സയൻസ്. അത് വേറൊന്നും കൊണ്ടല്ല, അന്നത്തെ കാലത്ത് സയൻസിന് മാത്രമേ വിലയുള്ളൂ. സയന്റിഫിക് ഡിസിപ്ലിൻ ആക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അപ്പൊ അതുകൊണ്ട് അത് സയൻസ് ആണോ അല്ലയോ എന്നുള്ളതാണ്. ബേസിക്കലി അല്ല എന്നുള്ളതാണ് ഫൈനലി വരിക. മൂന്നാമത്തെ ചാപ്റ്റർ റിസർച്ച് മെത്തഡോളജി. ഇതും വീണ്ടും സോഷ്യോളജി അല്ല. ഇത് നിങ്ങൾ ഏത് ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഈ ചാപ്റ്റർ പഠിക്കണം. റിസർച്ച് മെത്തഡോളജി എക്സെപ്റ്റ് ലിറ്ററേച്ചർ പേപ്പർ വെച്ച് ബാക്കി എല്ലാ പേപ്പറും ഇത് പഠിക്കണം. ഇതിനകത്ത് ബേസിക്കലി എന്താ വെച്ചാൽ എങ്ങനെയാണ് റിസർച്ച് ചെയ്യേണ്ട മെത്തേഡ്സ് എന്തൊക്കെയാണെന്നാണ്. ഇപ്പം സിമ്പിൾ ആണ്, നിങ്ങൾക്ക് അറിയുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. ഇതിനകത്ത് സോഷ്യോളജി അല്ല. ബേസിക്കലി സർവേ എന്താണ്, ക്വസ്റ്റിനെയർ എന്താണ്, ടൈപ്പ് ഓഫ് ക്വസ്റ്റിനെയർ, ഇപ്പം ഓപ്പൺ ആൻഡ് ക്വസ്റ്റ്യൻ ഉണ്ട്, യെസ് ഓർ നോ, അല്ലെങ്കിൽ നമുക്ക് കുറെ വർത്താനം പറയാൻ പറ്റുന്ന ക്വസ്റ്റിനെയർ ഉണ്ട്, ഇന്റർവ്യൂ മെത്തേഡ് എന്താണ്, ഒബ്സർവേഷൻ എന്താണ്, അങ്ങനെ മെത്തേഡ്സ് പഠിക്കുന്നു. ദെൻ വി ഹാവ് തിങ്കേഴ്സിന്റെ ടോപ്പിക് ഉണ്ട്. തിങ്കേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ള 6 തിങ്കേഴ്സ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. 6 തിങ്കേഴ്സിൽ ഒന്ന് ഡർക്കെയിം എന്ന് പറയുന്ന എമിലി ഡർക്കെയിം എന്ന് പറയുന്ന തിങ്കർ പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് ഒന്ന് എമിലി ഡർക്കെയിം ഇതൊക്കെ നമ്മൾ പഠിക്കും, ജസ്റ്റ് നിങ്ങൾ ഓർത്ത് മനസ്സിലാക്കുക. രണ്ടാമത് കാൾ മാക്സ്. മാക്സ് എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ബേസിക്കലി എന്താണ്, മുതലാളി വർഗത്തിനെതിരായിരിക്കും, ക്യാപിറ്റലിസം, റെവല്യൂഷൻ വേണം. പിന്നെ നമുക്ക് താൽക്കോട്ട് പാർസൺ എന്ന് പറയുന്ന ഒരാൾ പഠിക്കാനുണ്ട്, അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആണ്. 4 വെബർ എന്ന് പറയുന്ന ഒരാൾ പഠിക്കാനുണ്ട്. 5ാമത് റോബർട്ട് കെ മെർട്ടൺ. പിന്നെ 6ാമത് മീഡ്. ഇവരൊക്കെ ഭയങ്കര രസകരമായുള്ള തിങ്കേഴ്സ് ആണ്. ഡർക്കെയിം കുറച്ചേ ഉള്ളൂ, പെട്ടെന്ന് തീരും. മാത്സ് ഈസിയാണ്. ഇതിനകത്ത് ആകെ ഒരു പാട് ഇച്ചിരിയെങ്കിലും ഡിഫിക്കൽട്ടി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ താൽക്കോട്ട് പാർസൺ മാത്രമേ ഉള്ളൂ. കാരണം അയാൾ കുറച്ച് ബുക്കിഷ് ആണ്. ബാക്കിയെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുക. ഇതും അതാണ്. പക്ഷെ ഉള്ളി ഒരു ബുക്കിഷ് ആയതിന്റെ ഒരു പ്രോബ്ലം മാത്രം നമുക്ക് ചിലപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ടാവും. അതർവൈസ് ഈസി. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രാറ്റിഫിക്കേഷൻ ആണ്. സ്ട്രാറ്റിഫിക്കേഷനകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി കാസ്റ്റ് സിസ്റ്റം എന്താണ്, കാസ്റ്റ് സിസ്റ്റം എന്താണ്, ക്ലാസ്, അതായത് സൊസൈറ്റിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇതിനകത്ത് നോക്കുന്നത്. ദെൻ വി നീഡ് ടു സ്റ്റഡി റിലീജിയൻ. എന്താണ് റിലീജിയൻ, റിലീജിയന്റെ ഫംഗ്ഷൻസ് എന്താണ്, റിലീജിയൻ എന്തൊക്കെയാണ് സൊസൈറ്റിക്ക് ചെയ്യുന്നത്, പ്രോബ്ലംസ് ഓഫ് റിലീജിയൻ എന്താണ്, അതേപോലെ എല്ലാത്തിന്റെയും ഫാമിലിന്റെ പ്രോബ്ലംസ്, ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, പൊളിറ്റിക്സ് സിസ്റ്റം എന്താണ്, അതേപോലെ തന്നെ സോഷ്യൽ ചേഞ്ചസ്. ഇങ്ങനെ 10 ചാപ്റ്റേഴ്സ് ആണ്. ഇതിൽ ബേസിക്കലി ഇത്ര 10 ചാപ്റ്റർ ഉണ്ട് എന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു 4ാമത്തെ ചാപ്റ്റർ എന്താണ്, തിങ്കേഴ്സ് ആണ് അല്ലെ. ഈ തിങ്കേഴ്സിന്റെ ഓവർലാപ്പ് ആണ് എല്ലാ സബ്ജക്റ്റിലും. കാരണം ആകെ ഇത്ര തിങ്കേഴ്സ് ഉള്ളൂ, പിന്നെ ചെറിയ ചെറിയ തിങ്കേഴ്സ് ആണ്. ഇവരുടെ ഇതേ ഐഡിയോളജി തന്നെയായിരിക്കും എല്ലാ ചാപ്റ്ററിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. കാൾ മാക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈസി മാത്സ് അറിയുന്നതുകൊണ്ട് ഞാൻ മാത്സ് തന്നെ എടുക്കുകയാണ്. കാൾ മാക്സ് എന്ന് പറയുന്നത് എന്താണ് ബേസിക്കലി പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാലോ, കമ്മ്യൂണിസ്റ്റ് ആണ്. എന്താണ് കമ്മ്യൂണിസ്റ്റ് പറഞ്ഞുള്ളത്, ആരാണ് ഇവരുടെ ജന്മശത്രു? ക്യാപിറ്റലിസ്റ്റ് ബൂർഷകളാണ് ഇവരുടെ ജന്മശത്രു അല്ലെ. ഇവർ ആർക്ക് വേണ്ടിയിട്ടാണുള്ളത്? വർക്കേഴ്സ്, ദാറ്റ് ഈസ് പ്രൊലറ്റേറിയറ്റ്. അപ്പം കാൾ മാക്സ് എന്താ പറയാ, ഈ ലോകം ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്? ബൂർഷകൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. പാവങ്ങളെ ബൂർഷകൾ എന്ത് ചെയ്യാണ്? എക്സ്പ്ലോയിറ്റ് ചെയ്യാണ് അല്ലെ. ഇനി ഇതാണ് കാൾ മാക്സിന്റെ തിയറി. ഇനി ഞാൻ ചോദിക്കാണ്, റിലീജിയൻ, കാൾ മാക്സിന്റെ വ്യൂ പോയിന്റിൽ റിലീജിയൻ എന്തായിരിക്കും? ആർക്ക് വേണ്ടി റിലീജിയൻ ഉണ്ടാക്കിയേ? ക്യാപിറ്റലിസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, എന്നിട്ട് ക്യാപിറ്റലിസ്റ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി. ക്യാപിറ്റലിസ്റ്റിന് ആരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ? നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തും എന്ന് റിലീജിയൻ പറഞ്ഞിട്ടില്ലേ? ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തും. പന പോലെ വളരുമ്പോ അവനാരാ? പൈസക്കാരനാണ്. അപ്പൊ അവനാരാ? ക്യാപിറ്റലിസ്റ്റാ. അപ്പൊ നിങ്ങളോട് ഞാൻ പറയാണ്, ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തും എന്ന് പറഞ്ഞു. ഇനി നാളെ ഒരാൾ ഭയങ്കര റിച്ച് ആവുന്നു, പക്ഷെ അവൻ വൃത്തികെട്ടവനാണ്, അവൻ അത്രയും കഴിവൊന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് അറിയാം. എന്നിട്ടും അവൻ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്നു.
അപ്പൊ നിങ്ങൾക്ക് തോന്നൂലേ അവനെയാണ് ദൈവം പ്രൊട്ടക്ട് ചെയ്യുന്നത്, നിങ്ങളെയാണോ തോന്നുന്നത്? സംശയം അടിക്കില്ലേ? അവന്റെ നിന്ന് നിങ്ങൾക്ക് പിടിച്ചു പറിക്കാൻ തോന്നൂലേ? പക്ഷെ ദൈവം എന്ത് പറഞ്ഞിട്ടുണ്ട്? ദുഷ്ടനെ ദൈവം പനവളെടുത്തു. അപ്പൊ അവൻ എന്താ ദുഷ്ടനാ? അവൻ എവിടെ പോവില്ല? സ്വർഗത്തിൽ പോവില്ല. സ്വർഗത്തിൽ പോകുന്ന ആരാ? ഞാൻ. അപ്പൊ എനിക്ക് അസൂയ ഉണ്ടാവോ? ഇവിടെ ആരെയാ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ക്യാപിറ്റലിസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ആരാ അപ്പൊ അത് ഉണ്ടാക്കിയ? ക്യാപിറ്റലിസ്റ്റ് ഉണ്ടാക്കിയ റിലീജിയൻ ആണ് ടു പ്രൊട്ടക്ട് ദി ക്യാപിറ്റലിസ്റ്റ് ഇൻട്രസ്റ്റ്. മാക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ. മാക്സ് ഫാമിലി എടുത്തു എന്ന് വിചാരിക്കാം. മാക്സ് ഫാമിലിയെ പറ്റി എന്താ പറയാ? ഞാൻ പറഞ്ഞത് ഇത് സിമ്പിൾ ആയി, ഇതോടുകൂടി തീരുന്ന സബ്ജക്ട്. മാക്സിസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഫാമിലി എന്താ പറയാ? ഫാമിലി ആരെ സപ്പോർട്ട് ചെയ്യാനാ? ക്യാപിറ്റലിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ. എന്തിനാ ഫാമിലി? ടു റീപ്രൊഡ്യൂസ് ചിൽഡ്രൻ സോ ദാറ്റ് ദെർ വിൽ ബി മോർ വർക്കേഴ്സ് ടു ഫാക്ടറി. ഓക്കെ. ആൻഡ് ഫാമിലി എന്തും ചെയ്യുന്നുണ്ട്? സാധനം മേടിക്കും. ഫാക്ടറി സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വിറ്റ് പോണ്ടേ? അതുകൊണ്ട് ഫാമിലി എന്ത് ചെയ്യും? ഒരു പ്രൊഡ്യൂസിങ് യൂണിറ്റും അതുപോലെ തന്നെ എന്ത് ചെയ്യും? ലേബർ സപ്ലൈ ചെയ്യാനും അതൊരു സാധനം മേടിക്കാനുള്ളതാണ്. ആർക്കാണ് ഗുണം? ക്യാപിറ്റലിസ്റ്റിന് ഗുണം. പാവം വർക്കറിന് എന്താണ് ദോഷം? ഇയാളെല്ലാം പറയുന്ന സ്റ്റേറ്റ് ആർക്കായിരിക്കും ഗുണം? സ്റ്റേറ്റ് ക്യാപിറ്റലിസ്റ്റ്. അംബാനിയല്ലേ ഇന്ത്യയിൽ പോളിസി നോക്കുന്നത്? അദാനിയല്ലേ ഇന്ത്യയിൽ പോളിസി നോക്കുന്നത്? ക്യാപിറ്റലിസ്റ്റ് ആണ് പോളിസീസ് സെറ്റ് ചെയ്യുന്നത്. പാവങ്ങൾക്ക് ഇതിനകത്ത് വലിയ റോളൊന്നുമില്ല. ഇതിന് എന്തിനാ പാവങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള? സോ ഇങ്ങനെയായിരിക്കും എല്ലാ തിങ്കേഴ്സും പറയാം. ഓരോ തിങ്കേഴ്സിനും ഒരു വ്യൂ പോയിന്റ് ഉണ്ടാവും. ആ വ്യൂ പോയിന്റിന്റെ ഒരു റിപ്പീറ്റേഷൻ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ. അതുകൊണ്ട് തന്നെ സോഷ്യോളജി ചെറുതാന്ന് പറയാൻ കാരണം ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററിലും ആൻസർ എഴുതാൻ പറ്റും. എല്ലാം കിട്ടും. പിന്നെ അതിന്റെ സ്പെസിഫിക് പോയിന്റ്സ് നമ്മൾ ഉണ്ടാക്കണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഐഡിയ എല്ലാം കിട്ടും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് പോയിന്റ് വെറുതെ ഞാൻ ഒരു സാധനം പറഞ്ഞ് നിങ്ങൾക്ക് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കാം. അതായത് ഇത് ക്രക്സ് പഠിക്കുക എന്നുള്ളതാണ്. ബാക്കിയെല്ലാം തന്നെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ തിയറി മാത്രം പഠിക്കുക എന്നുള്ളതാണ്. ആ തിയറിയിൽ ഈ ക്യാപിറ്റലിസം ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ പറയാ. ഇതിനകത്ത് ഉള്ളിൽ കുറെ സാധനമുണ്ട്. ക്ലാസ് സ്ട്രഗിള്, റെവല്യൂഷൻ, എങ്ങനെ ഇതൊക്കെ വന്നു എന്നുള്ളത് നമ്മൾ പറയും. പക്ഷെ ഞാൻ ഒരു ഐഡിയ പറയാം. അപ്പൊ അതുകൊണ്ട് 10 ചാപ്റ്റർ ആണ് പേപ്പർ 1 ഉണ്ടെങ്കിൽ ഇറ്റ്സ് ലുക്ക് ലൈക്ക് 1 ചാപ്റ്റർ. ചാപ്റ്റർ പഠിച്ചാൽ നമുക്ക് അതിന്റെ റിപ്പീറ്റേഷൻ ആയിരിക്കും ബാക്കിയെല്ലാം വരിക. പുതിയതായിട്ട് അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടാവില്ല. പിന്നെ പേപ്പർ 2 എന്ന് പറയുന്നത് ഇന്ത്യൻ സോഷ്യോളജിയാണ്. അവിടെ വീണ്ടും നമ്മൾ പഠിക്കുക കാസ്റ്റ് എന്താണ്, അവിടെ ഗാന്ധിയുടെ വ്യൂ പോയിന്റ് ഓഫ് കാസ്റ്റ്, അംബേദ്കറിന്റെ വ്യൂ പോയിന്റ് ഓഫ് കാസ്റ്റ്, അത് നമ്മൾ പഠിക്കും. ബേസിക്കലി നമ്മൾ മോഡേൺ ഹിസ്റ്ററി പഠിക്കുന്നത്. ഗാന്ധി എന്ത് പറഞ്ഞിട്ടില്ല? അനിഹിലേഷൻ പറഞ്ഞിട്ടില്ല. ഗാന്ധി കാസ്റ്റ് റിഫോമ പറഞ്ഞിട്ടുള്ളൂ. ഹരിജൻസ് എന്നാണ് ഗാന്ധി ലോവർ കാസ്റ്റിനെ വിളിച്ചത്. അംബേദ്കർ പറഞ്ഞു കാസ്റ്റ് ഒന്നും പറ്റില്ല, എടുത്തുകളാ എന്നാണ് അംബേദ്കറിന്റെ വ്യൂ പോയിന്റ് ഓഫ് കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഓരോരുത്തരുടെ വ്യൂ പോയിന്റ്. ഇന്ത്യൻ സ്വാതന്ത്ര്യം, മാത്സ് സ്കോളർ ആണെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയത് ആർക്ക് വേണ്ടിയിട്ടാന്ന് പറയും? ക്യാപിറ്റലിസ്റ്റ് ക്ലാസിന്റെ ഐഡിയോളജി ആണ്. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് മൂവ്മെന്റ് സ്വദേശി മൂവ്മെന്റ് 1905 ഫസ്റ്റ് മാസ് മൂവ്മെന്റ് അല്ലേ? വാട്ട് ഈസ് സ്വദേശി മൂവ്മെന്റ്? ബേസിക്കലി ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പ്രൊമോട്ട് ചെയ്യണം, ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയിൽ നിന്ന് പ്രൊഡക്റ്റ് മേടിക്കരുത്. അപ്പൊ ഇത് ആരെയാണ് 1905 പ്രൊമോട്ട് ചെയ്യുന്നത്? ബേസിക്കലി ഇന്ത്യൻ ക്യാപിറ്റലിസ്റ്റിന് വേണ്ടിയിട്ടല്ലേ? വെൻ യു ലുക്ക് അറ്റ് ദ ഇന്ത്യൻ ഹിസ്റ്ററി ഓൾസോ യു ക്യാൻ സീ കോൺഗ്രസിന് ഫണ്ട് ചെയ്യുന്നത് മൊത്തം ബിർള, ടാറ്റ, അതുപോലെ തന്നെ ഇവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഫണ്ട് ചെയ്യുന്നത്. ബേസിക്കലി ഈ ഫണ്ടിങ് എവിടെ നിന്നാണ് നടക്കുന്നത്? ഇവരെന്തിനാ ഫണ്ട് ചെയ്യുന്നത്? ബൈ ഇന്ത്യൻ പ്രൊഡക്ട്സ്. ബൈ ഇന്ത്യൻ പ്രൊഡക്ട്സ്. സി വെൻ യു സേ ദാറ്റ് don't buy Chinese product, you think that you are supporting Indian nationalism. What is actually you are doing? You are supporting Indian capitalist. See, recently there is a GST reform happened, alle? GST GST korachum. Everybody will be knowing it. And what do you think? GST koranyonde ningalku saanangalude vela koranju. You think that GST is a measure for paavapatta manushanmare nammakku vela korchu saanam medikkanalana aano? Alla. Endinana GST korachadu? Basically if you are reducing GST, that means, for example, പണ്ട് നിങ്ങൾക്ക് 10,000 രൂപ ഉണ്ടായിരുന്നു, നിങ്ങൾ 10,000 രൂപയ്ക്ക് സാധനം മേടിക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു 1,500 രൂപ നിങ്ങൾ GST ആയിട്ട് അടക്കണം. 18% GST എന്ന് വിചാരിക്കുക. ഇന്ന് ആ GST 5% ആവുമ്പം നിങ്ങൾ എത്ര GST അടച്ചാൽ മതി? 500 രൂപ അടച്ചാൽ മതി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? 1,300 രൂപയ്ക്ക് അധികം സാധനം മേടിക്കും. Which will benefit whom? To the capitalist class. So basically, who is making policy? It is the capitalist class making the policy for them. So what I am telling is that different ആയിട്ടുള്ള വ്യൂ പോയിന്റുകളിൽ നമ്മൾ എന്ത് ചെയ്യും? ഓരോ സാധനത്തിൽ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിന് ഡിഫറെന്റ് വ്യൂ പോയിന്റ്. ഇതിനെ തിരിച്ചും പറയാം, ഇതല്ല ഇത് ഇങ്ങനെയാണെന്നും പറയാം. ഇപ്പൊ കാസ്റ്റ് സിസ്റ്റം നല്ലതാണെന്നും വാദിക്കുന്ന ആളുകളുണ്ട്, മോശമെന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. കാസ്റ്റ് സിസ്റ്റം നല്ലതല്ലേ? കാസ്റ്റ് സിസ്റ്റത്തിന്റെ ഗുണങ്ങളൊന്ന് പറഞ്ഞേ. കാസ്റ്റ് നല്ലതല്ല. ആരാ പറഞ്ഞ കാസ്റ്റ് മോശമെന്ന്? ഹൈറാർക്കി നല്ലതല്ലേ? കാസ്റ്റ് സിസ്റ്റം ഈസ് നത്തിങ് ബട്ട്, ഞാൻ പറഞ്ഞത് ഞാൻ നല്ലതെന്നാണ് അല്ലെന്ന് പറഞ്ഞു. ഞാൻ വ്യൂ പോയിന്റ് ആണ് പറയുന്നത്. ഇതൊന്നും എന്റെ വ്യൂ പോയിന്റ് അല്ല കേട്ടോ. ഡിവിഷൻ ഓഫ് ലേബർ അല്ലേ? മോഡേൺ സൊസൈറ്റി ഫാക്ടറി പോയി കഴിഞ്ഞാൽ എല്ലാത്തിനും ഡിവിഷൻ ഓഫ് ലേബർ ഇല്ലേ? അപ്പം ഓരോ വലിയ വലിയ ജോലികൾ ചെയ്യാൻ വേണ്ടി വലിയ വലിയ ആളുകളെ കിട്ടണ്ടേ? അങ്ങനെ ഓരോ ആളുകളെ കിട്ടണം എന്നുണ്ടെങ്കിൽ ബേസിക്കലി ഓരോരോ
എന്തോ സംഭവം. വേറെ ഒരാളെ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന്റെ ക്വാളിറ്റി ഉള്ള ആളെ കിട്ടണ്ടേ? ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഡോക്ടറും ഉണ്ട് നേഴ്സും ഉണ്ട്. ഡോക്ടറിനും നേഴ്സിനും ഒരേ ശമ്പളം കൊടുക്കാൻ പറ്റുമോ? ഡോക്ടറാണ് ഇമ്പോർട്ടന്റ്, നേഴ്സാണ് ഇമ്പോർട്ടന്റ്? ഡോക്ടറല്ല ഇമ്പോർട്ടന്റ്. കാരണം ഡോക്ടറിന്റെ പണി നേഴ്സിന് ചെയ്യാൻ പറ്റും. സോറി, നേഴ്സിന്റെ പണി ഡോക്ടറിന് ചെയ്യാൻ പറ്റും. പക്ഷെ നേഴ്സിന് ഒരിക്കലും ഡോക്ടറിന്റെ പണി ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒരു 2 ഡോക്ടർമാര്, നേഴ്സില്ല, ഡോക്ടറിന് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ തുന്നിക്കെട്ടലും പരിപാടികളും. പക്ഷെ നേഴ്സിന് ഒരിക്കലും ഡോക്ടറിന്റെ പണി ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ക്ലാസ് ഡിഫറൻസ് വേണ്ടേ? ഇനി ഡോക്ടർ ആവാനുള്ള സ്കില്ലാണോ നേഴ്സ് ആവാൻ വേണ്ടത്? നേഴ്സ് ആവാൻ കുറച്ച് പഠിച്ചാൽ മതി, ഡോക്ടർ ആവാൻ കുറെ പഠിക്കണ്ടേ? അപ്പൊ കുറെ പഠിക്കുന്ന ആൾക്ക് കൂടുതൽ ശമ്പളം കൊടുക്കണ്ടേ? എങ്ങനെ ഈക്വൽ ശമ്പളം പറയാൻ പറ്റും? സോ ഇറ്റ് ഈസ് ജസ്റ്റിഫയബിൾ. അങ്ങനെ there are different view of theory. 2 ഭാഗത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ പറയാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ബേസിക്കലി സോഷ്യോളജി ഓരോ ചാപ്റ്റർ കവർ ചെയ്യുക. വിൽ ബിഗിൻ ആസ് ഐ ഓൾറെഡി സെഡ്, വിൽ ബിഗിൻ ബൈ വൺ ഓഫ് ദ കുറച്ചൊരു സിമ്പിൾ ചാപ്റ്റർ. നിങ്ങൾക്ക് എല്ലാം മനസ്സിലാൻ പറ്റും. കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ഏറ്റവും സിമ്പിൾ ആയ ചാപ്റ്റർ വിൽ സ്റ്റാർട്ട്, then വിൽ ബിൽഡ് ഓൺ, മൂവ് ആവട്ടെ. എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതുവരെ ഉള്ളതിൽ? അല്ലെങ്കിൽ എനിത്തിങ് റിലേറ്റഡ് ടു സോഷ്യോളജി ഓപ്ഷണൽ ക്ലാസ്, എനിത്തിങ്, എനി ഡൗട്ട്സ് ഓൺലൈൻ? എന്തെങ്കിലും സംശയം ഉണ്ടോ? മെറ്റീരിയൽ ഞാൻ പറഞ്ഞ പോലെ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യും, ബുക്ക് ആയിരിക്കും. അപ്പൊ ഓൺലൈൻ ആയുള്ളവർക്ക് എന്ത് ചെയ്യാം, കൊറിയർ ആയിട്ട് പാർസൽ ആയിരിക്കും വരിക കേട്ടോ. ഓഫ്ലൈൻ വന്നവർക്ക് ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി വേറെ ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട് ഒന്നുമില്ലല്ലോ? വൈൻഡപ്പ് ചെയ്യാം, നാളെ 5 മണിക്കാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. Thank you, sir. താങ്ക് യു.